ഒരു പ്രൊഫഷണൽ ഗ്യാതറിംഗ് ആണ്. സ്വാഭാവികമായിട്ടും നമുക്കെല്ലാവർക്കും കോമൺ ആയിട്ടുള്ളത്, മറ്റുള്ളവരൊന്നും അപേക്ഷിച്ച് നമുക്കെല്ലാവർക്കും ഉള്ളത് തിരക്കാണ്. ലോകത്ത് നമ്മളെപ്പോലെ തിരക്കുള്ള ആളുകളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവും. പക്ഷേ നമ്മളെപ്പോലെ തിരക്കുള്ള ആളുകളാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആയിരിക്കില്ല. വ്യത്യസ്തമായ തിരക്കുകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ആ തിരക്കുകളൊക്കെ ഒന്ന് മാറ്റിവെച്ച് അള്ളാഹുവിനെ തിരക്കാൻ വേണ്ടി വരിക എന്നുള്ളത് അതൊരു വലിയ കാര്യമാണ്. പ്രത്യേകിച്ച് നമുക്കെല്ലാവർക്കും അറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല ഖൗലുകളിലും കാണാൻ സാധിക്കുന്നൊരു വസ്തുതയാണ്, അന്ത്യനാളിനോട് അടുക്കുമ്പോൾ ആളുകളുടെ സമയത്തിലുള്ള ബർക്കത്ത് അള്ളാഹു എടുത്ത് നിൽക്കുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ എത്ര സമയം കിട്ടിയാലും സമയം തികഞ്ഞില്ല എന്ന് അവർക്ക് തോന്നുന്നാൽ പറയാം. അങ്ങനെ സമയം തികഞ്ഞില്ല എന്ന് തോന്നുന്ന ആളുകൾക്കിടയിൽ ആ സമയത്തെ അനുഗ്രഹമായി കണ്ട് അള്ളാഹുവിൻ്റെ ഇത്തരം നിർദ്ദേശങ്ങളെയും കലാമുകളെയും എല്ലാം കേൾക്കാൻ സമയം കണ്ടെത്തുക എന്നുള്ള വലിയ കാര്യമാണ്. ഞാൻ ആദ്യമായി ആ ഒരവസ്ഥയിൽ നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നമ്മുടെ വിഷയത്തെക്കുറിച്ചൊക്കെ പരാമർശിച്ചു, പക്ഷേ എനിക്കതിന് മുൻപ് ചില കാര്യങ്ങൾ ആമുഖമായി പറയാനുണ്ട്. വളരെ ചുരുങ്ങിയ സമയമാണ് നമ്മൾ ഇത്തരം വിഷയങ്ങളുമായി അനുബന്ധിച്ച് ചില സംസാരങ്ങൾ നടത്താറുള്ളത്. പക്ഷേ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിനെ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ നമ്മുടെ എല്ലാം ലൈഫ് സ്റ്റൈൽ സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളത് ഇൻസ്റ്റിങ്ക്റ്റീവായിട്ടാണ്. പൊതുവിൽ നമ്മൾ ഇങ്ങനെയാണ് പറയാറുള്ളത്, ഇൻസ്റ്റിങ്ക്റ്റീവ് പ്രൊഫഷണൽസ് അല്ലെങ്കിൽ ഇൻസ്റ്റിങ്ക്റ്റീവ് പാരൻസ് എന്നൊക്കെ പറയാറുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ജീവിതത്തിൽ മറ്റ് എന്ത് പൊസിഷനുകൾ എടുക്കാനും കൃത്യമായ പഠനങ്ങൾ നടത്തും. ഡോക്ടറായ ആൾ വളരെ ദൈർഘ്യമേറിയ പഠനം നടത്തിയ ആളുകളാണ്. എൻജിനീയേഴ്സായ ആളുകൾ നല്ല ആഴമുള്ള പഠനം നടത്തിയ ആളുകളാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ചില പൊസിഷനുകൾ എടുക്കാൻ നമ്മൾ കൃത്യമായ പഠനങ്ങൾ നടത്താറില്ല. അതൊരൊഴുക്കിൽ നമ്മൾ ആയി പോകുന്നതാണ്. ഇപ്പോൾ ഇൻസ്റ്റിങ്ക്റ്റീവ് പാരൻറ്റിങ്, നമ്മളാരും രക്ഷിതാവാൻ വേണ്ടി പഠിച്ചിട്ട് രക്ഷിതാക്കളായതല്ല, മറിച്ച് രക്ഷിതാവായപ്പോൾ രക്ഷിതാവായിട്ട് പെർഫോം ചെയ്യുന്നതാണ്. ഇതുപോലെ ജീവിതത്തെ മൊത്തം പരിശോധിക്കുമ്പോൾ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഒഴുക്ക് നോക്കുമ്പോൾ, ജീവിതത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇത്തരം സിറ്റുവേഷനുകൾ, ഇത്തരം ഈവൻറ്റുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒഴുക്കിൽ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളെയും നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളതാണ്. ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ലോകത്ത് മുസ്ലിം സമുദായത്തെ അപേക്ഷിച്ച് മറ്റ് ഒരു വിഭാഗങ്ങൾക്കോ ഒരു ജനങ്ങൾക്കോ ഒരു മനുഷ്യർക്കോ യഥാർത്ഥത്തിൽ ജീവിതത്തെക്കുറിച്ച് നമ്മളെപ്പോലെ ചിന്തിക്കാൻ ഒരിക്കലും സാധിക്കില്ല. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത്, ഭൗതിക ജീവിതത്തെക്കുറിച്ച് തന്നെ നമുക്ക് വലിയ രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഒരിക്കലും മറ്റൊരാളെ പോലെ സെറ്റിലാവാൻ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ, ഇപ്പോൾ ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുന്നിടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിന് ശേഷം ഇസ്ലാമിക് ഗോൾഡൻ സിവിലൈസേഷൻ്റെ കാലഘട്ടത്തെ നമ്മൾ പറയാറുണ്ട്. ആ കാലഘട്ടത്തിൽ സംഭവിച്ചത് എന്താണെന്നറിയോ? ഭൗതിക ജീവിതത്തിൽ തന്നെയും അവർക്ക് സെറ്റിലാവാൻ സാധിക്കുന്നില്ല. അവിടെയുള്ള നോർമലുകൾക്ക്, അൺസയൻറ്റിഫിക്കായ കാര്യങ്ങൾക്ക്, അവരുടെ സാധാരണ ജീവിതത്തിന്, ആട് മേച്ച് നടന്നിരുന്ന ആ ഒരു സമുദായത്തിന്, ആ ഒരു സമൂഹത്തിന് അതിൽ തൃപ്തരാവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും പ്രയത്നിച്ച് ശാസ്ത്ര സത്യങ്ങൾ പുറത്തു കൊണ്ടുവന്ന് അധ്വാനിച്ച് യാത്ര ചെയ്ത് വലിയ ബൃഹത്തായ ഗ്രന്ഥങ്ങൾ എഴുതി ഒരു സംസ്കാരത്തിന് തന്നെ, വലിയൊരു നാഗരികതയ്ക്ക് തന്നെ ഒരു തുടക്കം കുറിച്ചത്. അപ്പോൾ ഭൗതികമായി തന്നെ നമുക്ക് സെറ്റിലാവാനുള്ള ഓപ്ഷൻ ഇസ്ലാം നൽകുന്നില്ല. രണ്ടാമത്തേത് ആഖിറത്താണ്. സ്വാഭാവികമായിട്ടും ഈ ജീവിതത്തിൻ്റെ എല്ലാം ഒരു അനന്തരം എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കൗണ്ടപ്പ് അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു കോമ്പൗണ്ട് എഫക്റ്റ് ആയിരിക്കും നമ്മുടെ ആഖിറത്ത്. സ്വാഭാവികമായും ദുനിയവിയായ ജീവിതത്തിൻ്റെയും ആഖിറത്തിൻ്റെയും എല്ലാം ചിന്തകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ ആ ഒരു പോയിന്റിൽ നിന്നുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ ജീവിതത്തെ പഠിച്ചുകൊണ്ട് നേരിടാൻ ശ്രമിക്കുന്നിടത്താണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ റോൾ വരുന്നത്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ശരിക്കും ഇപ്പോൾ പുതിയ കാലത്ത് പലരും പറയുന്നൊരു വാദമുണ്ട്, മതത്തിൻ്റെ ആവശ്യമില്ല. എന്തിനാണ് പുതിയ കാലത്ത് മതം? ആത്മീയത എന്തിനാണ്? അതൊരു പഴകിയ ചിന്തയാണ്. എന്താണ് ആ പഴമക്ക് കാരണം എന്നറിയോ? ഒരു കാലത്ത് മനുഷ്യന് ആശ്വാസം കിട്ടാൻ ആത്മീയത ആവശ്യമായിരുന്നു, സ്പിരിച്വാലിറ്റി ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് അവൻ ദൈവത്തെയും അല്ലെങ്കിൽ കാറ്റിനെയും അഗ്നിയെയും എല്ലാം ആരാധിച്ചിരുന്നത്. പക്ഷേ പുതിയ കാലത്ത് അതിൻ്റെ ആവശ്യമില്ല. കാരണം ശാസ്ത്രം നമുക്കുണ്ട്, മോഡേൺ ലൈഫ് സ്റ്റൈൽ നമുക്കുണ്ട്, നമുക്ക് ഇന്ന് അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം അറിയാൻ സാധിക്കുന്ന ടെക്നോളജി നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇനി നമ്മൾ ഈ പറഞ്ഞ ആത്മീയതയുടെയും സ്പിരിച്വാലിറ്റിയുടെയും പിന്നാലെ പോകേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നവർക്കെല്ലാം കിട്ടാത്ത ഉത്തരം ഒറ്റൊന്നേ ഉള്ളൂ: ദ പേർപ്പസ് ഓഫ് ലൈഫ്. നമ്മൾ ഇവിടെ ജീവിക്കുന്ന ജീവിതം എങ്ങനെ ജീവിക്കണം എന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്നൊരു യുക്തിവാദി, അദ്ദേഹം പറയുന്നുണ്ട്, ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ലക്ഷ്യം ജീവിക്കുകയാണെന്ന് പറയുന്നുണ്ട്. ജീവിതത്തിൻ്റെ ലക്ഷ്യം ജീവിച്ച് തീർക്കലാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയല്ല എന്നതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇത്തരത്തിൽ ജീവിതത്തെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ ഖുർആനിൻ്റെ ഏറ്റവും പ്രാഥമികമായ ലക്ഷ്യവും അതുതന്നെയാണ്. ആദം അലൈഹിസ്സലാമയെ സ്വർഗത്തിൽ നിന്നും പുറത്താക്കുന്ന ആ ഒരു കഥ പറയുന്ന ഭാഗം സൂറത്തുൽ ബഖറയിലുണ്ട്. അവിടെ ഖുർആൻ പറയുന്ന ചില വർത്തമാനങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്
എൻ്റെ അടുക്കൽ നിന്നും ഒരു ബോധനം നിനക്ക് ലഭിക്കുമ്പോൾ ആ ബോധനത്തിൻ്റെ, ആ ഹിദായത്തിൻ്റെ, ആ ഹുദയുടെ പുറകെ നിങ്ങൾ പോവാൻ തയ്യാറാവുക എന്നുള്ളതാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ എല്ലാം ഈ ഇരുത്തം എന്നുള്ളത് ലോകത്ത് എല്ലാവരും ഇരിക്കേണ്ട ഇരുത്താണ്. ലോകത്ത് ജീവിച്ചിരിക്കുന്ന, ഹൃദയമിടിക്കുന്ന, ശ്വാസം വലിക്കുന്ന എല്ലാവരും ഇരിക്കേണ്ട ഇരുത്തമാണ് അടിസ്ഥാനപരമായി ജീവിതം എന്ത് എന്ന് അറിയാനുള്ള ഇരുത്തം. പക്ഷേ വളരെ അധികം ജനങ്ങളും യഥാർത്ഥത്തിൽ അശ്രദ്ധയിലാണെന്നുള്ളതാണ്. ഖുർആൻ ഉപയോഗിച്ച പദങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി നോക്കുക. ഇവിടെ ഖുർആൻ പലപ്പോഴും ഉപയോഗിച്ചൊരു പദമാണ് യഅലം, അല്ലെങ്കിൽ ഇൽമ്, അറിവില്ലാത്തവരാണ്. അഫലാ യഅലമൂൻ, അല്ലെങ്കിൽ വഹും ലാ യഅലമൂൻ, അവർക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് ഖുർആൻ ഉപയോഗിക്കുന്നത്. പക്ഷേ ഖുർആൻ അതുപോലെ തന്നെ ഖുർആനിൽ ഉപയോഗിച്ച മറ്റൊരു പദമാണ് അവർ അശ്രദ്ധയിലാണ് എന്നുള്ളത്. അവർ അശ്രദ്ധയിലാണ് എന്നുള്ളത്. എന്തുകൊണ്ടാണ് അശ്രദ്ധയിലാവുന്നത്? ഇപ്പോൾ സൂറത്തുൽ യൂസുഫിൻ്റെ തുടക്കത്തിൽ തന്നെ ഞാനിതൊരു ആമുഖമായി പറഞ്ഞു വെക്കുകയാണ് നമ്മുടെ വിഷയത്തിൽ കിടക്കുന്നതിന് മുൻപ് കേട്ടോ. നമ്മൾ സൂറത്തുൽ യൂസുഫ് ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസി ബിമാ ഔഹൈനാ ഇലൈക ഹാദൽ ഖുർആൻ. ഖുർആൻ ഇറങ്ങിയ കഥ ഇങ്ങനെ പറയാണ്. എന്നിട്ട് ഖുർആൻ വിവരിച്ച ഒരുപാട് കഥകളും അതിൻ്റെ ഉദാഹരണങ്ങളെക്കുറിച്ചൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. എന്നിട്ട് ഖുർആൻ പറയുന്ന വർത്തമാനം എന്താ അറിയോ? അവരിൽ പക്ഷേ അധിക പേരും അശ്രദ്ധരായിരുന്നു. ഈ അശ്രദ്ധ ബാധിക്കുന്നില്ല എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരെയും ഇവിടെ എത്തിക്കുന്നത്. ഞാൻ ഇങ്ങനെ ഒരു ആമുഖം പറയാനുള്ള കാരണം, പലപ്പോഴും ഇങ്ങനെ ഒരുപാട് ക്ലാസ്സുകൾ കേൾക്കുന്ന, ഒരുപാട് ഖുർആൻ സെഷനുകൾ കേൾക്കുന്ന, കുറേയൊക്കെ ഇത്തരം ക്ലാസ്സുകളൊക്കെ ഓൺലൈനിൽ കേൾക്കാൻ ശ്രമിക്കുന്ന ആളുകളെന്ന നിലക്ക് നമുക്കൊരിക്കലും ഇത്തരം ക്ലാസ്സുകളോടോ അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ കുറേ കേട്ടതല്ലേ എന്നൊരു ചിന്ത ഉണ്ടാവരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. നമ്മുടെ വിഷയം മോഡേൺ പാത്ത് ടു പയറ്റി എന്നാണ്. നിങ്ങൾക്ക് വിഷയത്തിൻ്റെ ഒരു ആകത്തുക കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. മോഡേൺ എന്നത് പുതിയ കാലത്തെയാണ് സൂചിപ്പിക്കുന്നത്. പാത്ത് എന്നത് വഴിയെയാണ് സൂചിപ്പിക്കുന്നത്. പയറ്റി എന്നത് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? പയസ് അല്ലെ, ബീയിങ് പയസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പയസ് എന്ന് പറഞ്ഞാൽ അറബിയിൽ നേരെ തർജ്ജമ അല്ലെങ്കിൽ നമുക്ക് പറയാവുന്നത് തഖ്വ എന്നതാണ്. പുതിയ കാലത്തെ തഖ്വയുടെ പാത ഏതാണ്, വഴി ഏതാണ് എന്നതാണ്. ഞാൻ ഈ ടോപ്പിക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാനൊരു കാരണമുണ്ട്. നമുക്കറിയാം, പുതിയൊരു കാലത്ത് നിങ്ങളിങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ ശരിക്കും ദീനിൽ ഇല്ലാത്തവരെക്കാൾ കൂടുതൽ ദീനിലുള്ളവരിൽ നിന്നുമാണ് ദീൻ നഷ്ടപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, ഒരു കാലം വരും മുസ്ലിം ജനതയ്ക്ക്, അന്ന് ഇസ്ലാമിക ലോകത്ത് ഒരുപാട് മുസ്ലിങ്ങൾ ഉണ്ടാവും, പക്ഷേ ഭൂരിപക്ഷം ആളുകളും ചണ്ടികളെ പോലെ ഒഴുകുന്നവരായിരിക്കും. ഈ ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന അവസ്ഥയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി വ്യക്തമായിട്ട് ഈ പറഞ്ഞ പാത്സ്, ആ പറഞ്ഞ വഴി അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഞാൻ 3 ഭാഗങ്ങളായി വിഷയത്തെ തിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. 1 മോഡേൺ എന്നതാണ്, 2 പാത്സ് എന്നതാണ്, 3 പയറ്റി എന്നതാണ്. ഈ 3 വിഷയങ്ങൾ നമ്മളിങ്ങനെ സംസാരിച്ച് പോകാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, മോഡേൺ എന്നതാണ് ഒന്നാമത്തെ വാക്ക്. ഒരുപാട് മാറിയിട്ടുണ്ട് നമ്മുടെ ലോകം. മാറി എന്ന് പറയുമ്പോൾ എത്രത്തോളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പക്ഷേ എൻ്റെ മുമ്പിലിരിക്കുന്ന മുതിർന്ന ആളുകൾക്കൊക്കെ അറിയുന്നുണ്ടാവും, ഒരു 10, 20, 30 വർഷങ്ങൾക്ക് മുൻപൊക്കെ നമ്മളൊക്കെ എങ്ങനെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് നടന്നിരുന്നത്. നമ്മുടെ ഭക്ഷണം മുതൽ വസ്ത്രം മുതൽ നമ്മുടെ ചിന്തകൾ മുതൽ എല്ലാത്തിലും വലിയ മാറ്റങ്ങൾ വന്നു. ആ മാറ്റത്തിൽ വളരെ എവിഡൻ്റായി പറയാൻ സാധിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ടെക്നോളജിയാണ്, സോഷ്യൽ മീഡിയ ആണ്, ഈ പറഞ്ഞ മൊബൈൽ ഫോണാണ്. പക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്ക് നമുക്ക് പോലും പ്രോസസ്സ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ ഈ പറഞ്ഞ മോഡേണിറ്റി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ എൻ്റെ വല്യമ്മക്ക് 87 വയസ്സുണ്ട്. അപ്പോൾ 87 വയസ്സ് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, 1938 ജനനം, സ്വാതന്ത്ര്യ സമരത്തിനൊക്കെ മുൻപ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനൊക്കെ മുൻപ്. ഏതായാലും 1938 ജനിച്ച എൻ്റെ വല്യമ്മ 87 വയസ്സുണ്ട് ഇപ്പോൾ. ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചില പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ചില ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങനെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ വരുമ്പോൾ നമ്മൾ വല്യമ്മക്ക് സന്തോഷപൂർവ്വം കാണിച്ചു കൊടുക്കും. അപ്പോൾ വല്യമ്മ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, വല്ലാതെ മാറിയിട്ടുണ്ട് നമ്മളെ കുട്ടികൾ എന്ന് പറഞ്ഞു. വല്ലാതെ മാറിയിട്ടുണ്ട് നമ്മുടെ കുട്ടികൾ. ഒരു കാലത്ത് തലയിൽ മുണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ചീത്ത പറയുമായിരുന്നു, പക്ഷെ ഇപ്പം ആരെടുത്താ പറയാന്നാണ് ചോദിച്ചത്. ഒരു കാലത്ത് തലയിലൊന്നും മുണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ചീത്ത പറയുന്നു, പക്ഷേ ഇപ്പം ഞാൻ ആരെടുത്താണ് പറയാന്നുള്ളതാണ്. കാരണം അന്ന് ചെറുപ്പക്കാരത്ത് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ കുറച്ചിങ്ങനെ മോഡേണായി നടക്കാൻ ആഗ്രഹിക്കുന്നിടത്ത് പറഞ്ഞാൽ മതി. പക്ഷേ ഇപ്പം എല്ലാവരുടെ അത് പറയേണ്ടത്രയും കൺഫ്യൂസിങ് ആയി പോയി എന്നാണ് അതിനർത്ഥം. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഈ മോഡേൺ അല്ലെങ്കിൽ പരിഷ്കരിച്ച ഒരു നാട് അല്ലെങ്കിൽ ഈ പറഞ്ഞ കാലം എന്നൊക്കെ പറയുമ്പോൾ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ രീതി മുഴുവനായി മാറിയിട്ടുണ്ട്. അതിൽ എന്തൊക്കെ മാറിയിട്ടുണ്ടെന്ന് അറിയോ? ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ സമയമാണ്. സമയത്തിൻ്റെ നമ്മുടെ ഉപയോഗത്തിലെ കൃത്യമായ രൂപത്തിലുള്ള വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്കുക, ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ പറയുന്ന മൊബൈൽ ഫോൺ, ഇവിടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ആരും ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു മുന്നോട്ട് പോകാൻ കേട്ടോ. സോഷ്യൽ മീഡിയ മാത്രം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ
സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട അറ്റാച്ച്മെൻറ്റ് ടൈം നോക്കിക്കഴിഞ്ഞാൽ അതൊരു ആവറേജ് 5 hours മേലെയാണ്, 5 മണിക്കൂറിന് മേലെയാണ്. ഇവിടെ അത്രയും തിരക്കുള്ള പ്രൊഫഷണൽസ് ആയിരിക്കും ഒരു പക്ഷേ അതിന് മാറ്റമുണ്ടാവുക. പക്ഷേ അവർക്കടക്കം ഒന്ന് ഒഴിവ് കിട്ടിയാൽ ഇതിലേക്കാണ് തിരിച്ചു പോകുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുക്കുമ്പോൾ എൻ്റെ അടുത്തൊരു രക്ഷിതാവ് ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ വീട്ടിലേക്ക് വെക്കേഷന് വന്നാൽ ഈ ഫോണൊന്നും എടുത്ത് മാറ്റി വെക്കാൻ സാധിക്കുന്നില്ല. സാധാരണ ഈ പ്രവാസികൾ നാട്ടിലേക്ക് വന്നിട്ടുണ്ടല്ലോ, കുറച്ചൊന്ന് പരിഗണിക്കുമല്ലോ അവരെ. 10-30 ദിവസമുള്ള എൻ്റെ കുട്ടി എന്ന് പറഞ്ഞിട്ട് എന്തും ഏത് ചോദിച്ചാൽ ചെയ്തു കൊടുക്കും, ഭയങ്കര സ്വീകരണമായിരിക്കും. ഇതുപോലെ 4 ദിവസമല്ലേ ലീവുള്ളൂ, അവൻ കളിച്ചോട്ടെ എന്ന് വിചാരിച്ച് വിട്ടുകൊടുക്കും. കാരണം ഫോൺ ഇങ്ങനെ അഡിക്റ്റായിട്ട് അവന് 4 ദിവസം കൊണ്ട് ഫോൺ മതിയാവുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, പുതിയൊരു കാലത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു വസ്തുത എന്നുള്ളത് സോഷ്യൽ മീഡിയയും മൊബൈൽ ഫോണും ഒക്കെയാണ്. ഇവിടെയാണ് നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് ലേ ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മൾ ഏറ്റവും ആദ്യം ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതും ചില മാറ്റങ്ങൾ ചിന്തിക്കേണ്ടതൊക്കെ. അതിലൊന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എന്ന് പറയുമ്പോൾ പൊതുവിൽ അത് കേവലം നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന ഈ പറഞ്ഞ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയ ആപ്പുകൾ മാത്രമല്ല, മറിച്ച് മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിലുണ്ട് എന്നത് തന്നെ യഥാർത്ഥത്തിൽ നമുക്ക് ചില ധൈര്യങ്ങൾ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്കുക, ഇപ്പോൾ മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമ്മളെല്ലാവരും അസ്വസ്ഥരാണ്. നമ്മൾ എത്ര തന്നെ ഇല്ല എന്ന് പറഞ്ഞാലും അറ്റ്ലീസ്റ്റ് ഈ പ്രോഗ്രാം ഒരു 10 മിനിറ്റ് വൈകിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ഫോൺ എടുത്ത് വിളിക്കുന്നുള്ളൊരു ചിന്തയെങ്കിലും നമുക്കൊക്കെ ഉണ്ടാവും. നമ്മളൊരു യാത്ര പോകുമ്പോൾ, ഒന്ന് അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ, നമ്മുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ നമ്മളൊന്ന് നമ്മുടെ ഒരു ക്യാബിനിൽ ഇരിക്കുമ്പോഴടക്കം സോഷ്യൽ മീഡിയ എന്നുള്ളത് നമ്മളുമായി അറ്റാച്ച്ഡ് ആണ്. ഈ അറ്റാച്ച്മെൻ്റ് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അറ്റാച്ച്മെൻ്റ് ഭാഗമായിക്കൊണ്ട് നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ടാവുമ്പോൾ തന്നെയും യഥാർത്ഥത്തിൽ നമ്മൾ ഫോണുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുള്ളതാണ്. ഇപ്പോൾ പുതിയ കാലത്തൊരു അസുഖത്തിൻ്റെ പേര് പറയാൻ നോമോഫോബിയ എന്നാണ്. നോമോഫോബിയ എന്ന് പറയുന്ന അസുഖമല്ല, അതൊരു മാനസികമായൊരു നിലയാണ്. നോമോഫോബിയ. എന്താ നോമോഫോബിയ എന്നറിയോ? നോ മൊബൈൽ ഫോബിയ എന്നാണ്. നോ മൊബൈൽ ഫോബിയ എന്ന് വെച്ചാൽ, അഥവാ മൊബൈൽ ഇല്ലെങ്കിൽ ഒരു ഫോബിയ ഉണ്ടാവുക, ഒരു പേടി ഉണ്ടാവുക. ഈ ഫോബിയയുടെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ഫാൻറ്റം വൈബ്രേറ്റിംഗ് സിൻഡ്രോം എന്നൊക്കെ പറയും. ഫോണിൽ ഇങ്ങനെ പോക്കറ്റിൽ ഫോൺ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വാലറ്റിൽ ഫോൺ ഉണ്ടെങ്കിലും പേഴ്സിൽ ഫോൺ ഉണ്ടെങ്കിലൊക്കെ നമുക്കിങ്ങനെ ഇടയ്ക്ക് റിങ് ഉണ്ടെന്ന് തോന്നുക, ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, മെസ്സേജ് വരുന്നുണ്ടോ നോക്കുക. നമ്മളിങ്ങനെ ഫ്രീക്വൻ്റായി അതിലേക്ക് തന്നെ പോകാനുള്ള കാരണമൊക്കെ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ മൊബൈൽ ഫോൺ നമ്മളുമായി അത്രത്തോളം അറ്റാച്ച്ഡ് ആയതുകൊണ്ടാണ്. ഞാൻ ഈ വിഷയത്തെ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നത്, പലപ്പോഴും ഈ മൊബൈൽ ഫോൺ പോലെയുള്ള വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ എല്ലാവരും ചിന്തിക്കുക കുട്ടികൾക്കാണ്. കുട്ടികൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു, കുട്ടികൾ ഫോണിലോട് അഡിക്റ്റ് ആണെന്നൊക്കെ പറയുമ്പോഴും യഥാർത്ഥത്തിൽ പ്രശ്നം എന്താണെന്നറിയോ? നമ്മൾ കുട്ടികളുടെ ഫോൺ അഡിക്ഷനെ വാച്ച് ചെയ്യുന്നത് കുട്ടികൾ എത്ര സമയം ഫോൺ ഉപയോഗിച്ചു നിലക്കാണ്. കുട്ടികൾ എത്ര സമയം ഫോൺ ഉപയോഗിക്കുന്നതാണ് നമ്മൾ അതിൻ്റെ അജണ്ട. ഫോൺ ഉപയോഗത്തിൻ്റെ വിഷയം എന്ന് പറയുന്നത് ഒരിക്കലും സമയവുമായി മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഫോൺ ഉപയോഗത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ സ്ക്രീൻ ടൈം എത്ര ഉണ്ട്, ഞാൻ അത്ര ഫോൺ ഉപയോഗിക്കുന്ന ആളല്ല, ഞാൻ അത്ര ഫോൺ നോക്കുന്ന ആളല്ല എന്നതൊന്നും അതിൻ്റെ മാനദണ്ഡമല്ല. ഫോൺ ഉപയോഗത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ ഇപ്പോൾ പറയാറുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഫോൺ ഡിറ്റാച്ച്മെൻറ്റ് ടൈം എന്നുള്ളതാണ്. നമുക്ക് മൊബൈൽ ഫോൺ ഡിറ്റാച്ച് ചെയ്ത സമയം ഉണ്ടാവണം എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന സംസാരങ്ങളടക്കം നമ്മുടെ ജീവിതത്തിലെ മിക്കവാറും എല്ലാ കാര്യങ്ങളെയും അൽഗോരിതം വാച്ച് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളെയും. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും, സോഷ്യൽ മീഡിയയിലൊക്കെ ആഡ്സ് വരുന്നതൊക്കെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായി വരുമ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾക്ക് വളരെ പെട്ടെന്ന് വരുമല്ലോ. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഗൂഗിളിൻ്റെ ഓഡിയോ റെക്കോർഡിംഗ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മൾ സംസാരിക്കുന്ന റാൻഡം വോയിസുകളടക്കം അവർ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താണെന്നറിയോ, നമ്മളീ പറയുന്ന സെമാറ്റിക് ബ്രൗസർ എന്നൊക്കെ പറയുന്ന പുതിയ കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഈ പറഞ്ഞ അൽഗോരിതമിക് സിസ്റ്റം, ഈ സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫോൺ നമ്മുടെ കയ്യിലുള്ളിടത്തോളം സമയം നമ്മൾ അതിനോട് കണക്ട് ചെയ്യപ്പെട്ട് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ആ ഫോൺ നമ്മുടെ കയ്യിൽ നിന്ന് മാറ്റി നമ്മൾ മറ്റൊരു ഇടത്താവുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഫോൺ ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ ഫോൺ എനിക്ക് അഡിക്ഷൻ ഇല്ല എന്ന് പറയാൻ സാധിക്കുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, നമുക്കൊക്കെ ഫോൺ ഡിറ്റാച്ച്മെൻറ്റ് ടൈം എത്ര സമയം ഉണ്ടാവും? ഞാൻ ഫോൺ സ്ക്രീൻ ടൈമിനെ കുറിച്ചല്ല ചോദിക്കുന്നത്, ഫോൺ ഡിറ്റാച്ച്മെൻറ്റ് ടൈമിനെ കുറിച്ച് ചോദിക്കുന്നത്. രാത്രി ബെഡ്റൂമിലേക്ക് ഫോൺ ഇല്ലാതെ പോകാൻ നമുക്ക് തയ്യാറാവാൻ പറ്റുന്നുണ്ടോ? നമുക്കൊന്ന് പള്ളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഫോണില്ലാതെ വീട്ടിൽ ഫോൺ വെച്ചിട്ടൊന്ന് പോകാൻ പറ്റുന്നുണ്ടോ? ഞാൻ നമ്മുടെ ആവശ്യകതകളെ കുറിച്ചല്ല കേട്ടോ പറയുന്നത്. നമുക്ക് പല ന്യായീകരണങ്ങളും ഇതിന് മുൻപിലൊക്കെ ഇങ്ങനെ വരും, കോൾ വരില്ലേ, അർജൻസി ഉണ്ടാവില്ല എന്നൊക്കെ വരും. അതിനെക്കുറിച്ചൊന്നുമല്ല പറയുന്നത്. വളരെ റാൻഡമായിട്ട്, വളരെ റോ ആയിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഫോൺ നമ്മുടെ കയ്യിലില്ലാതെ കംപ്ലീറ്റ് ആയിട്ട് ഡിറ്റാച്ച്ഡ് ആയ സമയങ്ങൾ എത്രത്തോളം നമുക്കുണ്ടാവും? വളരെ കുറവാണ്. മിക്കവാറും എല്ലാ സമയവും ഫോൺ നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും ആദ്യത്തെ വിഷയമായി ഈ ഒരു വിഷയത്തെ എടുക്കാനുള്ള കാരണം. ഫോൺ എന്നതിനെ ചുറ്റിപ്പറ്റിയാണ് യഥാർത്ഥത്തിൽ പുതിയ കാലത്ത് നമ്മൾ കാണുന്ന മിക്കവാറും പ്രശ്നങ്ങളൊക്കെ കിടക്കുന്നത്.
നമ്മുടെ പാരൻറ്റിങ് മുതൽ നമ്മുടെ പ്രൊഫഷണൽ ജീവിതത്തിലെ തിരക്കുകൾ മുതൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് വരെയും ഈ ഫോണുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അതിൻ്റെ ഒന്നാമത്തെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ കുട്ടികളുമായി ബന്ധപ്പെട്ട ഫോൺ അഡിക്ഷനെ കുറിച്ച് പറയുമ്പോൾ പൊതുവിൽ പറയാറുള്ളത് കുട്ടികൾ ഈ പറഞ്ഞ അനാവശ്യമായ കാര്യങ്ങൾ കാണുന്നു എന്നുള്ളതാണ്. പക്ഷേ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എങ്ങനെയാണ് ഒരു രക്ഷിതാവിന് ഫോൺ കുട്ടികൾക്ക് കൊടുക്കാതെ നിന്ന് ജീവിക്കാൻ സാധിക്കുക? ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു ദിവസം, ഒരു ഞായറാഴ്ച, ഒരു ശനിയാഴ്ച, എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം എൻ്റെ അയൽവാസിയായ ഒരു സിസ്റ്റർ അവരെന്നെ വിളിച്ച് ചോദിച്ചൊരു കാര്യം, ശനി ഞായറും എന്തെങ്കിലും ഒരു പരിപാടി ഇവരൊന്ന് കൊണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. എന്താ ശനി ഞായറെന്ന് അറിയോ? എന്തായാലും വീട്ടിലിരിക്കുമ്പോൾ അവന് പുറത്ത് കളിക്കാൻ പോകാനും കാര്യങ്ങളൊന്നും വലിയ കൂട്ടുകാരൊന്നുമില്ല. ആകെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം കുറച്ച് നേരം പഠിക്കുക എന്നുള്ളതാണ്. പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം ടി വിയൊക്കെ ഓണാക്കി കൊടുത്തു, ടി വി കുറച്ച് നേരം കണ്ടു എന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഒരു കുട്ടിക്ക് ഉണർന്നിരിക്കുന്ന ഒരു 10-18 മണിക്കൂറുണ്ടല്ലോ, ഈ 18 മണിക്കൂർ അവൻ എന്ത് ചെയ്യും? ഇതൊരു ചോദ്യമാണല്ലോ. നമുക്കൊക്കെ നമ്മുടെ പ്രൊഫഷൻ ഉണ്ട്, നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്, നമ്മൾ എൻഗേജ്ഡ് ആണ്. പക്ഷേ ഒരു കുട്ടി എന്ത് ചെയ്യും? ഇതൊരു വലിയ ചോദ്യചിഹ്നമാണ്. അവിടെയാണ് ഇന്ന് നമ്മൾ ഏറ്റവും അടുത്ത് ലോകരാഷ്ട്രങ്ങളിൽ തന്നെ പല രാഷ്ട്രങ്ങളും 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊക്കെ സോഷ്യൽ മീഡിയ നിരോധിക്കുന്നത് കാണുന്നത്. ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു 2 വീക്സ് മുൻപാണ് ഓസ്ട്രേലിയ ഒഫീഷ്യലി അവരുടെ പാർലമെൻറ്റിൽ 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കംപ്ലീറ്റ് ഫോൺ നിരോധിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത്. എൻറ്റയർ പാർലമെൻറ്റ് ഒന്നിച്ച് അതിന് ഐക്യകണ്ഠേന സപ്പോർട്ട് കൊടുത്തു എന്ന് മാത്രമല്ല, അവർ അതിന് പറയുന്ന റീസൺ എന്ന് പറയുന്നത് അവർക്കൊരിക്കലും അവരുടെ കുട്ടികളുടെ ബാല്യകാലം കവർന്നെടുക്കാൻ ആഗ്രഹമില്ല എന്നുള്ളതാണ്. ചൈൽഡ്ഹുഡ് എന്നത് അവരുടെ കുട്ടികൾക്ക് കിട്ടണം എന്നുള്ളത് മാത്രമാണ് അവരെ അത്തരം ഒരു ആക്റ്റിലേക്ക്, അത്തരം ഒരു ബില്ലിലേക്ക് എത്തിച്ചതെന്നുള്ളതാണ്. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ എത്രത്തോളം ദൂരെയാണ് അത്തരം ചിന്തകളിൽ നിന്ന്? നമ്മളിന്ന് നമ്മുടെ വീട് മാത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ അഡിക്ഷനും കാഴ്ചകളെ കുറിച്ചൊക്കെ പറഞ്ഞതിന് അപ്പുറത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ് നമ്മളും കുട്ടികളുമുള്ള ഇടങ്ങളിൽ എത്ര സമയം ഫോൺ ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് ഒന്നാമതായിക്കൊണ്ട് നമ്മൾ ഈ പറഞ്ഞ പോയിന്റിൽ, ഈ പറഞ്ഞ ജീവിതവുമായി ബന്ധപ്പെട്ട മാറ്റങ്ങളിലെ ഒന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത് ബോധപൂർവമുള്ള ചില ഇടപെടലുകൾ നമ്മുടെ ഫോൺ ഉപയോഗവുമായി ബന്ധപ്പെട്ടുണ്ടാവണം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വീടിനുള്ളിൽ കുട്ടികളും കുടുംബവുമുള്ള ഇടങ്ങളിൽ ഒരിക്കലും ഫോൺ എന്ന സംഗതി തന്നെ ഉണ്ടാവരുത് എന്നുള്ളതാണ്. ഫോൺ നിങ്ങൾ ഓഫാക്കി വെക്കുന്നുണ്ടോ, സൈലൻ്റ് ആക്കി വെക്കുന്നുണ്ടോ, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. അതിനൊരു പ്രത്യേകതയുമില്ല, അതിന് പ്രത്യേകിച്ചൊരു പ്രാധാന്യവുമില്ല. ഫോൺ ഇല്ലാത്ത സമയങ്ങൾ നമ്മുടെ കുടുംബ ഇടങ്ങളിൽ ഉണ്ടാവണം. ഞങ്ങളൊക്കെ അതിന് ചെയ്യുന്നൊരു പണി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സാധാരണ വീട്ടിലൊക്കെ നമുക്ക് കീയൊക്കെ തൂക്കി വെക്കാൻ ഒരു കോമൺ പ്ലേസ് ഉണ്ടാവും. ഇതുപോലെ നമുക്ക് നമ്മുടെ ഫോൺ മാറ്റി വെക്കാനുള്ളൊരു കോമൺ പ്ലേസ് നമ്മുടെ വീട്ടിൽ വേണം. വീട്ടിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഫോൺ അവിടെ പോയി എടുത്തിട്ട് നമുക്ക് വിളിക്കും പിടിക്കുകയൊക്കെ ചെയ്യാം. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ എന്തൊക്കെ ചിന്തകൾ ആലോചിച്ചാൽ മതി. നമുക്ക് ഫോൺ അങ്ങനെ വെക്കാൻ പറ്റുമോ, എത്ര സമയം അങ്ങനെ വെക്കാൻ പറ്റും, നമ്മൾ ആലോചിച്ചാൽ മതി. കാരണം അത്രത്തോളം നമ്മൾ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് എന്താണെന്നറിയോ, ഈ പറഞ്ഞതുപോലെ വീട്ടിലേക്കൊന്ന് കയറി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മുടെ വണ്ടിയുടെ കീ എടുത്ത് വെക്കുന്നത് പോലെ, നമ്മുടെ ഒരു വാലറ്റും പേഴ്സും എടുത്ത് വെക്കുന്നത് പോലെ ഫോണും ഒരു സ്ഥലത്ത് മാറ്റി വെച്ചതിന് ശേഷം പ്രോപ്പറായ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ വീട്ടിൽ നടക്കണം. നമ്മുടെ കുട്ടികളുടെ ആകാശം നമ്മളാണ്, നമ്മുടെ കുട്ടികളുടെ ഭൂമി നമ്മളാണ്. പക്ഷേ നമ്മളും ഫോണും കൂടി ആ ആകാശവും ഭൂമിയും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഈ പറഞ്ഞ പൂർണ്ണമായൊരു ബാല്യകാലം അവർക്ക് ലഭിക്കില്ല. കുട്ടികളുള്ള എല്ലാ ആളുകളും, വീട്ടിൽ മക്കളുള്ള എല്ലാ ആളുകളും നിർബന്ധമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ വീട്ടിലെ, നമ്മുടെ ഇടപെടലുകളിലെ, നമ്മൾ പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷനിലെ, ഫാമിലി ടൈമിൽ ഒരിക്കലും ഫോൺ എന്ന സാധനം അവിടെ പ്രസൻ്റ് ആവരുത്. അതിനെ മാറ്റി വെക്കാൻ നമ്മൾ തയ്യാറാവണം. ഇങ്ങനെ പറയുമ്പോൾ തന്നെ രണ്ടാമത്തെ ഒരു വിഷയമുണ്ട്. ഇനി ഫോൺ ഉപയോഗിക്കുന്ന സമയങ്ങളുണ്ടല്ലോ, ഈ മോഡേൺ എന്ന് പറയുമ്പോൾ, പുതിയ കാലം എന്ന് പറയുമ്പോൾ ഈ മാറ്റങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ, പുതിയ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഫുഡിനെ കുറിച്ച് പറഞ്ഞാൽ മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ പെരിന്തൽമണ്ണ എന്നുള്ളത് പൊതുവിൽ കേരളത്തിൽ അറിയപ്പെടുന്ന 2 കാര്യങ്ങൾക്കാണ്. നിങ്ങൾക്കൊക്കെ അറിയാം എന്തൊക്കെയാണത്. ഒന്ന് ഫുഡിനാണ്, 2 ഹോസ്പിറ്റലിനാണ്. ഇത് പൊതുവിൽ എല്ലാവരും പരക്കെ പറയുന്നത്. പക്ഷേ എന്തുകൊണ്ട് പെരിന്തൽമണ്ണ, എന്തുകൊണ്ട് നമ്മളൊരു സിറ്റിയെ, ഒരു ടൗണിനെ ഇങ്ങനെ ലേബൽ ചെയ്യുന്നു, ഇങ്ങനെ നെറേറ്റ് ചെയ്യുന്നു? അതിനൊരു കാരണമുണ്ട്. ആ കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ സോഷ്യൽ മീഡിയ എഫക്റ്റാണ്. എന്തുകൊണ്ടാണ് ഒരു കാലഘട്ടം വരെയും വളരെ നോർമലായി പോയതിൽ നിന്ന് ഇത്രയും വലിയൊരു തിരക്ക് ഈ അങ്ങാടിയിലേക്ക് വരാനുള്ള കാരണം എന്താണ്? നിങ്ങൾ ജസ്റ്റ് ഓൺലൈൻ യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം പോലെയുള്ള ചാനൽസ് ഒന്ന് പരിശോധിച്ചാൽ മതി. നമ്മളെ വീട്ടിൽ നിന്നും പുറത്തിറക്കാൻ, നമ്മളെ ഒരു കാര്യം തീരുമാനിപ്പിക്കാൻ, നമ്മളൊരു സ്ഥലത്തേക്ക് പോകാൻ, അവിടെ പോയി ഒരു കാര്യം വാങ്ങാൻ എല്ലാം പ്രേരിപ്പിക്കുന്നത് എന്താ?
നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഒരു സ്ഥലത്തേക്കുള്ള യാത്രയും അവിടെ പോയാൽ നമ്മൾ എടുക്കേണ്ട ഡിസിഷനും എല്ലാം തീരുമാനിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് കിട്ടുന്ന വാർത്തകളാണ്, അല്ലെങ്കിൽ ഇൻഫോർമേഷനാണ്. അവിടെയാണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ്. ഒരിക്കലും നമുക്ക് സോഷ്യൽ മീഡിയ റാൻഡമായി സ്ക്രോൾ ചെയ്യാൻ സാധിക്കില്ല, ഫോൺ റാൻഡമായി സ്ക്രോൾ ചെയ്യാൻ സാധിക്കില്ല. അത് നമ്മുടെ ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്. ഈ ബാധിക്കുന്നത് നമ്മൾ പോലും അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. വളരെ ഗ്രാജ്വലായ, ഇംപെർസെപ്റ്റിബിളായ, നമുക്കൊരിക്കലും വാച്ച് ചെയ്യാൻ പോലും സാധിക്കാത്ത രൂപത്തിൽ നമ്മളെ സോഷ്യൽ മീഡിയയും ഈ പറഞ്ഞ മൊബൈൽ ഫോണും ബാധിക്കുന്നുണ്ട്. ഞാൻ ഒരു ഉദാഹരണം മാത്രം നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും ഒറ്റയ്ക്ക് അള്ളാഹുവുമായി ഒറ്റയ്ക്ക് നിസ്കാരത്തിന് ശേഷം ആ മുസല്ലയിൽ ആത്മാർത്ഥമായി ഒരു 10-20 മിനിറ്റ് ഇരുന്ന സമയങ്ങൾ എത്ര മുൻപായിരിക്കും? ഒരുപക്ഷെ എന്നും ഇരിക്കുന്ന ആളുകൾ ഇതിലുണ്ടാവും, പക്ഷേ ഇന്നേ വരെ അങ്ങനെ ഇരിക്കാൻ സാധിക്കാത്ത ആളുകളുണ്ടാവും. കണ്ടൻമെന്റ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, ട്രാൻക്വിലിറ്റി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇതാരാണ് ക്വാളിറ്റേറ്റീവായി അനലൈസ് ചെയ്യുക? നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ സമയം ഇത്ര നഷ്ടപ്പെട്ടു, 24 മണിക്കൂറിൽ ഞാൻ 2 മണിക്കൂർ സ്ക്രീൻ ടൈമിൽ പോയി നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ആ 2 മണിക്കൂർ സ്ക്രീൻ ടൈം കൊണ്ട് ബാക്കി 12 മണിക്കൂറിൽ നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ട്. എങ്ങനെ നഷ്ടപ്പെടുന്നത്? നിങ്ങളൊന്ന് പള്ളിയിൽ പോയി ഇരിക്കുമ്പോൾ അത് ആലോചിച്ചാൽ മതി. നമുക്കൊന്ന് പള്ളിയിൽ പോയി ഇരുന്നാലും തൊട്ടടുത്ത നിമിഷം സലാം വീട്ടിയാലും അപ്പോൾ തന്നെ ഫോൺ എടുത്ത് പുറത്തു വെക്കുന്ന ആൾക്കാരുണ്ട്. ഈ ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ചോളൂ. ഞാൻ ഈ ഫോൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത്രത്തോളം ഇതിനെ ഒരു വില്ലനൈസ് ചെയ്യാനുള്ള കാരണം അത്രത്തോളം പലരെയും അത് ഇമ്പാക്റ്റ്ഫുൾ ആയിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. നിങ്ങളൊരു ഉദാഹരണമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഒന്ന് ദുആ ചെയ്യാൻ, പ്രാർത്ഥിക്കാൻ, ശരിക്കും സെൽഫ് ടൈം എന്ന് പറയുന്നത്, മീ ടൈം എന്ന് പറയുന്ന സമയം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. നമ്മുടെ മീ ടൈം എന്ന് പറയുന്നത്, നമ്മുടെ ഈ സെൽഫ് ടൈം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ നിസ്കാരം തന്നെയാണ്. നിസ്കരിച്ച് കഴിഞ്ഞ് നമ്മൾ ആ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് നമ്മുടേതായ കുറച്ച് സമയം അള്ളാഹുവിനോട് സംസാരിക്കാൻ സാധിക്കുന്നുണ്ടോ? നമ്മൾ ആരുടെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്? ശരിക്കും നമ്മൾ ആരുടെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്? നമ്മൾ നമ്മളെ അടുത്താണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. നമ്മുടെ ഓരോ തോട്ട്സിലും, നമ്മുടെ ഓരോ ഡിസിഷൻസിലും, ഈവൻ ഇവിടെ ഇപ്പോൾ ഇരിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് സംസാരിക്കണില്ലേ? ഓരോ കാര്യങ്ങൾ നിങ്ങളിങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മളോട് തന്നെ ചില കാര്യങ്ങൾ വെരിഫൈ ചെയ്യുന്നുണ്ട്. ഒരു ടെഡ് ടോക്കിൽ വളരെ ഫേമസ് ആയ ഒരു മെൻ്റലിസ്റ്റ് പറയുന്നുണ്ട്, അദ്ദേഹം ആ ബ്രെയിനിനെ ഇങ്ങനെ ഫ്രാങ്ക് എന്ന് പറയുന്നൊരു വ്യക്തിയുമായിട്ട് താരതമ്യം ചെയ്യുന്നുണ്ട്. നമ്മുടെ തലച്ചോറിൽ ഫ്രാങ്ക് എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട്. ഫ്രാങ്ക് എന്ന് പറഞ്ഞ ഒരു റാൻഡമായൊരു വ്യക്തിയാണ്. ഓക്കെ, നമ്മുടെ ബ്രെയിനിൻ്റെ ഈ പറഞ്ഞ പ്രീഫ്രണ്ടൽ ലോബും അമിഗ്ഡാലയൊക്കെ ഉണ്ടല്ലോ, ഇമോഷണൽ സെൻറ്ററും മെമ്മറി സെൻറ്റർ എന്നൊക്കെ പറയുമല്ലോ, ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ് ഫ്രാങ്ക്. നമ്മുടെ ബ്രെയിനിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഈ ഫ്രാങ്ക് ബ്രെയിനിൽ ഇരിക്കുമ്പോൾ നമ്മൾ ശരിക്കും ചെയ്തത്, ഫ്രാങ്കിന് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ ഫ്രാങ്കിന് കൊടുക്കുകയാണ്. ഇപ്പോൾ ഫ്രാങ്ക് ഇടയ്ക്ക് നമ്മളടുത്ത് പറയാണ് കുറച്ച് നേരം ഉറങ്ങിക്കോ എന്ന് പറയുമ്പോൾ ഫ്രാങ്കിന് നമ്മൾ ഒന്ന് ഉറങ്ങിക്കൊടുക്കും. ഫ്രാങ്ക് പറയാണ് നിങ്ങൾക്ക് ആ പരിപാടിക്ക് പോകണമെന്നുണ്ട്, നിങ്ങളൊന്ന് പോയി നോക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി നോക്കും. നമ്മുടെ സെൽഫിനെയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ഫ്രാങ്ക് എന്ന വ്യക്തിയുമായി പോർട്രേ ചെയ്യുന്നത്. പക്ഷേ അതിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത ഉണ്ടെന്നാണെന്നറിയോ? നമ്മുടെ തലച്ചോറിൽ അങ്ങനെ ഒരു വ്യക്തി ശരിക്കുണ്ടെങ്കിൽ, അങ്ങനെ ശരിക്കൊരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ആരാന്നറിയോ? നമ്മുടെ സോളാണ്, നമ്മുടെ ആത്മാവാണ്, നമ്മുടെ ജീവനാണ്. ഈ ജീവനുമായി നിരന്തരം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ ഘട്ടങ്ങളിലും, ഓരോ സംസാരങ്ങളിലും, ഓരോ തീരുമാനങ്ങളിലും, നമ്മുടെ വൈകാരികതകളിൽ പോലും നമ്മളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, നമ്മളുമായുള്ള ഈ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഈ ഫോണിനെ ഇടയിൽ നിർത്തിക്കൊണ്ട് ആലോചിക്കുന്നതോട് കൂടിയിട്ട് അള്ളാഹു എന്ന, ദൈവം എന്ന, ഈ പറയുന്ന ഗോഡ് എന്ന ആ എക്സിസ്റ്റൻസിനെ നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. ഇതിന് സാധാരണ ചില ഉദാഹരണങ്ങൾ പറയാറുണ്ട്. അതെങ്ങനെയെന്നറിയോ? ഒരു ട്രയാങ്കുലർ എഫക്റ്റ് എന്ന് അതിന് പറയാം. ട്രയാങ്കുലർ എഫക്റ്റ്. അള്ളാഹു ആണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് അപ്പെക്സ് പോയിന്റിലുള്ളത്. അള്ളാഹു ആണ് ഇതിൻ്റെ ടോപ്പ് പോയിന്റിലുള്ളത്. ഇതിൻ്റെ ബേസിലെ 2 അറ്റങ്ങളിലാണ് യഥാർത്ഥത്തിൽ നമ്മളും നമ്മുടെ ജീവിതവും ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രാങ്കും നമ്മളും ഉള്ളത് ഇതിൻ്റെ 2 അറ്റങ്ങളിലാണ്. ഈ 2 അറ്റങ്ങളും എത്രത്തോളം അള്ളാഹുമായി ക്ലോസ് ആവുന്നോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഡിസ്റ്റൻസ് കുറയുക. മറ്റൊരു വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അള്ളാഹു എന്ന അപ്പെക്സിനെ, ഈ 2 ബേസിലെ 2 പോയിന്റുകൾ ഉണ്ടല്ലോ, ഇത് നമ്മൾ ഓരോ ദിവസവും കൂടുതൽ അടുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, സ്വയം തിരിച്ചറിയാനുള്ള സമയം കണ്ടെത്തുമ്പോൾ നമ്മൾ അള്ളാഹുമായി അടുത്തുകൊണ്ടേയിരിക്കും. പക്ഷെ അങ്ങനെയുള്ള സമയം നമുക്ക് കിട്ടുന്നില്ല. നിങ്ങൾക്ക് ആ പോയിന്റ് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടി പറയാണ്. നിങ്ങൾ ഈ പറയുന്ന ഒരു ട്രയാങ്കുലർ എഫക്റ്റിൻ്റെ ഏറ്റവും മുകളിൽ അള്ളാഹിനെ അങ്ങനെ പ്ലേസ് ചെയ്യുക, അള്ളാഹുമായുള്ള സമയത്തെ പ്ലേസ് ചെയ്യുക. മറ്റ് 2 അറ്റങ്ങളിലായിട്ട് താഴെയായിട്ട് നമ്മളെയും നമ്മുടെ വൈകാരികതകളെയും നമ്മുടെ തീരുമാനങ്ങളെയൊക്കെ പ്ലേസ് ചെയ്യുക. നിങ്ങൾ ഇനി ആലോചിച്ച് നോക്കുക, ഈ നമ്മുടെ വൈകാരികതകളെയും നമ്മളെയും നമുക്ക് സ്വയം വിമർശനം നടത്താൻ, ഈ പുനർപരിശോധന നടത്താനുള്ള സമയം കണ്ടെത്താൻ സാധിച്ചാൽ മാത്രമേ ഇതിങ്ങനെ കോമൺ ആയിട്ട് അള്ളാഹുലേക്ക് അടുക്കുള്ളൂ. ഇത് രണ്ടും അടുക്കണം. അതല്ലാതെ നമുക്കൊരിക്കലും അള്ളാഹുലേക്ക് നമ്മളെ മാത്രം അടുപ്പിക്കാൻ സാധിക്കില്ല. അതാണ് പലപ്പോഴും നമസ്കാരത്തെ സംഭവിക്കുക.
നിസ്കരിക്കുമ്പോൾ നമ്മൾ നമ്മളുമായിട്ടുള്ള ആത്മവിമർശനത്തിനല്ല സമയം കണ്ടെത്തുന്നത്, മറിച്ച് നമ്മളും അള്ളാഹുമായി ഇങ്ങനെ അടുപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഈ അടുപ്പിക്കൽ ഒരിക്കലും അള്ളാഹുമായിട്ട് അടുക്കില്ല. കാരണം നമ്മുടെ സോൾ എന്നത്, നമ്മുടെ ജീവിതം എന്നത് അപ്പുറത്ത് ഇങ്ങനെ മാറിക്കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഏറ്റവും ആദ്യത്തെ ഫോണുമായി ബന്ധപ്പെട്ട ഇൻഫ്ലുവൻസിൻ്റെ കാര്യത്തിൽ എനിക്ക് ആത്മാർത്ഥമായി ഓർമ്മപ്പെടുത്താനുള്ളത്, ഇത് നമ്മളെല്ലാവരും അനുഭവിക്കുന്ന പ്രശ്നമാണ്. ഞാനടക്കം നിങ്ങളെല്ലാവരും അനുഭവിക്കുന്ന പ്രശ്നമാണ്. നമ്മളിൽ ആരും ഇതിന് മുക്തരല്ല. നമുക്ക് ആകെ ചെയ്യാൻ സാധിക്കുന്നത് ബോധപൂർവം സ്വയം ചില തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഫോൺ അഡിക്ഷനുമായി ബന്ധപ്പെട്ട് കൗൺസിലിങ്ങിന് വരുന്ന ആളുകളുണ്ട്. ഈ കൗൺസിലിംഗ് വരുമ്പോൾ മറ്റ് സാധാരണ സൈക്കോളജിയിൽ പറയുന്ന ഒരു തിയറിയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സൈക്കോ തെറാപ്പികളൊക്കെ അപ്പുറത്തേക്ക് ശരിക്കും ഫോണുമായി ബന്ധപ്പെട്ട് സാധാരണ പറയാറുള്ള പരിഹാരം എന്ന് പറഞ്ഞത് ഇതിൻ്റെ കോമൺ ആയ അറ്റാച്ച്മെൻറ്റിനെ ഡിറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റി വെക്കുക എന്നുള്ളതാണ്. ഇതല്ലാത്ത പരിഹാരങ്ങൾ കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടെന്ന് പറയുക, ഇപ്പോൾ കുട്ടികൾ ഫോൺ അഡിക്റ്റാന്ന് പറഞ്ഞ് വരുന്ന രക്ഷിതാക്കളോട് നമ്മൾ പല പരിഹാരങ്ങളും പറഞ്ഞു കൊടുക്കും. അവരെ സമയം വെച്ച് നമ്മൾ കൊടുക്കണം, മാറ്റി നിർത്താൻ ശ്രമിക്കണം എന്നൊക്കെ പറയും. പക്ഷെ ആഫ്റ്റർ ഓൾ നമ്മൾ പറയാറുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സൊല്യൂഷൻ എന്ന് പറയുന്നത് ഫോൺ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അതിന് കുറച്ച് വാശിയൊക്കെ പിടിക്കും, ഭയങ്കരമായി കരയും. പക്ഷേ എന്ത് കരഞ്ഞാലും എന്ത് വാശി പിടിച്ചാലും അത് കൊടുക്കാതിരിക്കുക എന്നുള്ള പരിഹാരം. അപ്പോൾ കുറേ ചോദ്യങ്ങൾ അതിന് ചുറ്റുമുണ്ട്. എന്താണ്? അവൻ്റെ കൂടെയുള്ള എല്ലാവർക്കും ഉണ്ട്, പഠിക്കാൻ വേണ്ടി കൊടുക്കേണ്ടി വരും. നമ്മുടെ എല്ലാം ആദർശത്തെയും ആശയത്തെയും എല്ലാം യഥാർത്ഥത്തിൽ ഫോൺ തീരുമാനിക്കുന്നുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ നേരത്തെ ഇവിടെ ഖുർആൻ പാരായണം ചെയ്തപ്പോൾ ഫഹീം ഡോക്ടർ പറഞ്ഞു വെച്ചൊരു കാര്യം. ഇവിടെ ലിബറൽ ചിന്തകളെക്കുറിച്ച് പറയുന്നിടത്ത്, ഈ പറഞ്ഞ പുതിയ കാലത്തെ വിശ്വാസരാഹിത്യങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത്, ഇതൊക്കെ എവിടെ നിന്നാണ് നമ്മുടെ കുട്ടികളിലേക്ക് തലച്ചോറിലേക്ക് കയറി നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ അടുക്കളയ്ക്കൊക്കെ സംശയങ്ങൾ ചോദിച്ചു വന്ന കുട്ടികൾ ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? നമ്മൾ സാധാരണ ഫിഖ്ഹിയായ സംശയങ്ങൾ, ചില ഹദീസിലെ ഡൗട്ടുകൾ, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കുക. പക്ഷെ അങ്ങനെയല്ല. കുട്ടികൾ സാധാരണ ചോദിക്കുന്ന ചോദ്യം പോലെ ചോദിക്കുക, ശരിക്കും അല്ലാഹ് ഉണ്ടോയെന്നാണ് ചോദിക്കുക. ശരിക്കും അല്ലാഹ് ഉണ്ടോയെന്നാണ് ചോദിക്കുക. ഞാൻ ശരിക്കും ചോദിക്കുകയാണ്, നമ്മൾ ആ വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ പറയുന്ന സോഷ്യൽ മീഡിയയുടെ, ഈ പറഞ്ഞ ടെക്നോളജിയുടെ ആവിർഭാവത്തോടു കൂടി നിരന്തരമായി കോൺസ്റ്റൻ്റായി കുട്ടികൾ കാണുന്ന കാഴ്ചകളിൽ നിന്നും അവർക്കുണ്ടാവുന്ന വളരെ ന്യായമായ ഡൗട്ടാണ്, ശരിക്കും നമ്മൾ ഈ പറഞ്ഞ് നിസ്കരിക്കണ ആരെയും മുമ്പ് പോയി സുജൂദ് ചെയ്യുന്നുണ്ട്, ശരിക്കും നിങ്ങൾ കാണാത്ത ഈ അല്ലാഹ് ഉണ്ടോ ഉണ്ട് എന്ന് നമ്മൾ പറയും. നമ്മളത് പറയുമ്പോൾ നമുക്ക് അത് വളരെ സിസ്റ്റമാറ്റിക് ആയിക്കൊണ്ട്, വളരെ എവിഡൻ്റ് ആയിക്കൊണ്ട് പ്രൂവ് ചെയ്യാൻ കൂടി സാധിക്കണം. ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്നറിയോ? ഇസ്ലാം ഒരിക്കലും ഒരാളുടെ തോന്നലുകളെ കുറിച്ചല്ല സംസാരിക്കുന്നത്, മറിച്ച് ഇസ്ലാം ഒരാളുടെ നിലപാടുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്താണ് തോന്നലും നിലപാടും തമ്മിലുള്ള വ്യത്യാസം? ഒരൊറ്റ ഉദാഹരണം മാത്രമേ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1500 വർഷങ്ങൾക്ക് മുൻപാണ് ഈ ഭൂമിയിൽ നിന്നും വിട പറഞ്ഞു പോകുന്നത്, വഫാത്താവുന്നത്. 1500 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്താ? ഇസ്ലാമാണ്. ഞാനിത് വെറുതെ റാൻഡമായി പറഞ്ഞതല്ല, ഇത് നമ്മുടെ അവകാശവാദത്തിന് വേണ്ടി പറയുന്നതല്ല. US ഇലക്ഷൻ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അമേരിക്കൻ ഇലക്ഷനിലടക്കം അവരുടെ പ്രധാനപ്പെട്ട ഇലക്ഷൻ ക്യാമ്പയിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്താണെന്നറിയോ? ഇസ്ലാമാണ്. ട്രംപും ജോ ബൈഡനും കമല ഹാരിസൊക്കെ നിൽക്കുന്ന വലിയ വേദിയിലൊക്കെ ചർച്ചാ വിഷയം 1500 വർഷങ്ങൾക്ക് മുൻപ് ഏതോ ഒരു മനുഷ്യൻ, അവർക്ക് പോലും അറിയാത്ത, അവർ ഇന്നേ വരെ ഒരു ഹദീസ് പോലും വായിക്കാത്ത, ഒരു ഖുർആൻ പാരായണത്തിൻ്റെ ഒരു ആയത്ത് പോലും കേൾക്കാത്ത ആളുകൾ പോലും ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഇസ്ലാമാണ്. ഇന്ന് നിങ്ങൾക്ക് ഇങ്ങനെ UK വരിക, നിങ്ങൾ ഇംഗ്ലണ്ടിലേക്ക് വന്ന് നോക്കുക, മറ്റ് യൂറോപ്യൻ സെൻട്രൽ രാജ്യങ്ങളിലേക്ക് വന്ന് നോക്കുക, ഇന്ന് നമ്മൾ പറയുന്ന ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് വന്ന് നോക്കുക, വേണ്ട ആഫ്രിക്കൻ ഉപഭൂഖണ്ഡത്തിലേക്ക് നോക്കി നോക്കി. നിങ്ങൾ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ മാത്രം വളരെ ലാർജ് സ്കെയിലിൽ ഇസ്ലാമിലേക്ക് റിവേർട്ട് ആവുന്ന ആളുകളെ നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. എത്ര ലാർജ് സ്കെയിൽ എന്ന് പറയുന്നത്? ഞാൻ എൻ്റെ പഠനം ഒരു ഭാഗം നടത്തിയത് ഫ്രാൻസിലാണ്, പാരീസിലായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഫ്രാൻസിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ സ്ഥിരമായി പോകുന്നൊരു പള്ളിയുണ്ട്, ഗ്രാൻഡ് മോസ്ക് പാഹി എന്ന് പറഞ്ഞാൽ. പാരീസിലെ സിറ്റിയിലെ ഏറ്റവും വലിയ പള്ളിയാണ് ഗ്രാൻഡ് മോസ്ക്. ഈ പള്ളിയിൽ 2 തവണ ജുമാൻസ്കരിക്കുക, വെള്ളിയാഴ്ച 2 തവണ ജുമാൻസ്കരിക്കണം. ഒരു ട്രിപ്പ് നടത്തിയാൽ സ്ഥലം തികയാത്തതുകൊണ്ടാണ്. നിങ്ങൾ വിചാരിക്കേണ്ട ചെറിയ പള്ളിയാണെന്നുള്ളത്. നമ്മൾ ഈ പെരിന്തൽമണ്ണയിലെ നമ്മുടെ പള്ളി ഉണ്ടല്ലോ, ആ പള്ളിയുടെ 2 or 3 ഇരട്ടി വലിപ്പം ഉണ്ടാവും ആ പള്ളി. അത്രത്തോളം കപ്പാസിറ്റി ആ പള്ളിക്കുണ്ട്. പക്ഷെ ആ പള്ളിയിൽ ജുമാ നമസ്കരിക്കുമ്പോൾ സ്ട്രീറ്റിന് പുറത്തും ആളുകൾ നിറഞ്ഞിട്ട് രണ്ടാമത് അരമണിക്കൂറിന് ശേഷം രണ്ടാമത്തെ ജുമാ നടത്തും അവിടെ. അത്രത്തോളം തിരക്ക് അനുഭവപ്പെടുന്ന ആ സിറ്റിയിൽ. എങ്ങനെയാണ് ഒരു മെട്രോയിൽ കയറി കഴിഞ്ഞാൽ ശുദ്ധമായ നഗ്നത കാണുന്ന, പൂർണ്ണമായ അസഭ്യങ്ങൾ പറയുന്ന, നമ്മൾ ഈ പറഞ്ഞ ലിബറൽ ആശയങ്ങളുടെ എല്ലാം കേന്ദ്രമായി നമ്മൾ പറയുന്ന ഇത്തരം നാടുകളിൽ ഇസ്ലാം പ്രോസ്പർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ആ നാട്ടിൽ തന്നെ ഞാൻ പറഞ്ഞ അതേ പള്ളിയിൽ
എല്ലാ ദിവസവും ദർസ് നടക്കും. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ സുന്നി പള്ളികളിലൊക്കെ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ദർസുകൾ. കുറേ കുട്ടികൾ ഒന്നിച്ചിരുന്ന് പഠിക്കുന്ന ഉസ്താദിന് കീഴിൽ ശിക്ഷണം നടത്തുന്ന ആ സിസ്റ്റം അവിടെ ഉണ്ട് ആ സിസ്റ്റം. പക്ഷെ അവിടെയുള്ള വിദ്യാർത്ഥികൾ മുഴുവൻ മൊറോക്കോ പോലെയുള്ള മാലി പോലെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് കുടിയേറുന്ന ആളുകളാണ്. എങ്ങനെയാണ് ആഫ്രിക്കയിലെ ഒരു മനുഷ്യന് നേർക്ക് നേരെ പോലും എത്തിപ്പെടാൻ സാധിക്കാത്ത ചെറിയ ഗ്രാമങ്ങളിൽ പോലും ആയിരക്കണക്കിന് ആളുകൾ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ജസ്റ്റ് സെർച്ച്, നിങ്ങൾ അന്നേവരെ കാണാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചില ഗ്രാമങ്ങളിലൊക്കെ പോയിട്ട് ചില പണ്ഡിതന്മാർ, നമ്മളൊക്കെ ഈ കൊച്ചു കേരളത്തിൽ നിന്നുകൊണ്ട് ആയിരക്കണക്കിന് വിഷയങ്ങളെ സംവദിക്കുമ്പോൾ ചില മനുഷ്യന്മാർ ലോകത്തുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഉണ്ടല്ലോ. വഖദ്ദമു വആഥാറഹും എന്ന് ഖുർആൻ പറഞ്ഞില്ലേ, വനക്തുബു മാ ഖദ്ദമു വആഥാറഹും. അവർ അവരുടെ അടയാളപ്പെടുത്തലുകൾ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്. എങ്ങനെയെന്ന് പറയുക, നിങ്ങൾക്ക് ആ നാടുകളിൽ ആ ഗ്രാമങ്ങളിൽ പോയി കഴിഞ്ഞാൽ ചെറിയ ഓലകൾ കൊണ്ട് മേഞ്ഞ പള്ളികൾ കാണാം. ആ പള്ളികൾ ഇവർ അവിടെ പോയാൽ ആദ്യം പാർക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന കേന്ദ്രങ്ങളാണ്. ആ കേന്ദ്രങ്ങളിൽ ഇരുന്നു കൊണ്ട് അവർ ദഅവത്ത് നടത്തും, പ്രബോധനം നടത്തും. അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ ഒരേ സമയത്ത് ഇസ്ലാം സ്വീകരിക്കുന്നത്. സാധാരണ നമ്മൾ ഷഹാദത്ത് കലിമയൊക്കെ ചൊല്ലിക്കൊടുക്കുമ്പോൾ ഒരാൾക്കും രണ്ടാൾക്കൊക്കെ ചൊല്ലിക്കൊടുക്കുമല്ലോ, എന്നെ ചേർത്ത് ചൊല്ലാൻ വേണ്ടി. അവിടെ ഇങ്ങനെ കാണാൻ ഇങ്ങനത്തെ വലിയ സദസ്സിലൊക്കെ അഷ്ഹദു, അപ്പോൾ എല്ലാവരും അഷ്ഹദു. അവർക്ക് പറയാൻ അറിയില്ല, പക്ഷേ അവർക്ക് ഇസ്ലാമിനെ ബോധ്യപ്പെട്ടു. ഞാൻ ചോദിക്കുന്നത്, എങ്ങനെയാണ് 1500 വർഷങ്ങൾക്ക് മുൻപ് ഒരു മനുഷ്യൻ പറഞ്ഞു വെച്ച ഇത്തരം കാര്യങ്ങൾ ഇന്നും ലോകത്ത് ഇത്രത്തോളം ഇമ്പാക്ട്ഫുള്ളായി നിലനിൽക്കുന്നത്? അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. അതെന്താണെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ മെസ്സേജുകൾ ലീവ് ചെയ്ത് പോയ മനുഷ്യനല്ല. കുറേ മെസ്സേജ് ഇങ്ങനെ ലീവ് ചെയ്ത് പോവുക. ഇവിടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരുപാട് മെസ്സേജുകളുണ്ട്, ഇവിടെ അയ്യങ്കാളിയുടെ കുറേ മെസ്സേജുകളുണ്ട്, വിമോചന പ്രവർത്തനങ്ങളുണ്ട്, നെൽസൺ മണ്ടേലയുടെ ഒരുപാട് കോട്ടുകൾ, ബുക്കുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഷേക്സ്പിയറിൻ്റെ ആയിരക്കണക്കിന് കൃതികൾ കാണാൻ സാധിക്കും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കൃതി പോലും സ്വന്തം കൈ കൊണ്ട് രചിക്കാതെ എങ്ങനെയാണ് ഇത്രയും കാലം ലൈം ലൈറ്റിൽ നിൽക്കുന്നത്? ഇനി ഖിയാമത്ത് നാൾ വരെയും ലൈം ലൈറ്റിൽ നിൽക്കുന്നത് ഒരേ ഒരു കാരണമേ ഉള്ളൂ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മെസ്സേജുകൾ ലീവ് ചെയ്ത് പോയ വ്യക്തിയല്ല, മറിച്ച് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ ലീഡേഴ്സിനെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. റസൂൽ ഇറ്റ്സെൽഫ് വാസ് എ ലീഡർ. റസൂൽ ഒറ്റയ്ക്കൊരു ലീഡറായിരുന്നു, റസൂൽ നേതാവായിരുന്നു. പക്ഷേ റസൂലിൻ്റെ കൂടെയുള്ള എല്ലാവരും ലീഡേഴ്സായിരുന്നു. റസൂലിൻ്റെ കൂടെയുള്ള എല്ലാവരും ലീഡേഴ്സാണ്. അതുകൊണ്ടാണ് നമുക്ക് ചരിത്രത്തിൽ ചില പേഴ്സണാലിറ്റികളെ കാണാൻ സാധിക്കും. ആ പേഴ്സണാലിറ്റികൾ മാത്രം നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മതി. നമ്മൾ സാധാരണ പറയുമല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് റസൂൽ പരിവർത്തിപ്പിച്ച ആളുകളെയും റസൂലിനെ നിരാകരിച്ച ആളുകളുടെയും വ്യത്യാസം മാത്രം പരിശോധിച്ച് നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ എതിർത്തൊരു മനുഷ്യനാണ് ആര്? അബൂജഹൽ എന്ന് പറഞ്ഞ വ്യക്തി. അബൂജഹൽ റസൂലിനെ ഏറ്റവും കൂടുതൽ എതിർത്തു എന്ന് മാത്രമല്ല, റസൂൽ ഒരു കാര്യവുമായി അദ്ദേഹത്തിൻ്റെ അടുക്കൽ എത്തുമ്പോൾ, സമൂഹത്തിൻ്റെ അടുക്കൽ എത്തുമ്പോൾ അബൂജഹൽ ദൂരെ നിന്ന് പറയുമായിരുന്നത്രേ, എന്ത്? ഇന്നഹും അത്ത, അവൻ വന്നിരിക്കുന്നത് ലിമാലം യഅരിഫ്, നമുക്ക് ആർക്കും അറിയാത്ത ചില കാര്യങ്ങളുമായിട്ടാണെന്ന് അബൂജഹൽ പറയുന്നതാണ്. നമുക്കൊന്നും അറിയാത്ത കുറേ കാര്യങ്ങളായിട്ടാണ് വരിക എന്നാണ് പറയാം. ഇങ്ങനെ പറയുന്ന അബൂജഹൽ ചരിത്രത്തിൽ എവിടെയോ ഉണ്ട്. നമ്മളിങ്ങനെ ഉദാഹരിക്കുമ്പോൾ ഒരു ഉപകാരവുമില്ലാത്ത ജീവിതമായി ഉദാഹരിക്കാൻ അബൂജഹലിൻ്റെ ജീവിതമുണ്ട്. പക്ഷേ മറുവശത്ത് റസൂൽ പരിവർത്തിപ്പിച്ച നമ്മളെല്ലാവരും പറയുന്ന ഒരു ജീവിതമുണ്ട്. അതാരാണ്? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. എപ്പോഴും നമ്മൾ പറയുന്ന ഒരു ചരിത്രമാണ്. ഞാൻ ഈ ചരിത്രം പറയുന്നത് ഈ വിഷയത്തിൻ്റെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം വായിക്കുന്നിടത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വായിച്ചിട്ടുണ്ട്. വീരശൂര പരാക്രമിയായ ഉമർ, ധീരനായ ഉമർ, ശൈത്താൻ പോലും ഓടി അകലുന്ന രൂപത്തിൽ വ്യക്തിത്വമുള്ള ഉമർ, ഇതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച് നമ്മൾ വായിക്കാതെ പോയൊരു ചരിത്രമുണ്ട്. എന്താണെന്നറിയോ? ഉമർ റളിയല്ലാഹുവിന് ജാഹിലിയത്തിലും ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹുവിൻ്റെ അധാർമിക കാലഘട്ടത്തിൽ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതെന്താണെന്നറിയോ? നേരത്തെ പറഞ്ഞ ലിബറൽ ചിന്തയായിരുന്നു. ജഹാലത്ത്, ജാഹിലിയത്ത് എന്ന് പറഞ്ഞാൽ ലിബറലിസമാണ്. അതാണ് ശരിക്കും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ കാണുന്നത്. ഈ പറഞ്ഞ ഓരോ ദിവസവും ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിൽ ഈ ഇമ്പാക്റ്റ്, ഈ ഇൻഫ്ലുവൻസ് എല്ലാം ഉണ്ടാക്കുന്നത്, ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഉണ്ടാക്കുന്നത് ഈ പറഞ്ഞ ലിബറൽ ചിന്തകളാണ്. എന്താണ് ലിബറൽ ചിന്ത അറിയോ? തന്നെ ഇഷ്ടത്തിന് ജീവിക്കുക, എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാം. ഇതിൻ്റെ ബേസിൽ നിന്നുകൊണ്ടാണ് എല്ലാം സംഭവിക്കുന്നത്. അതുകൊണ്ട് എന്തേന്നറിയോ പ്രശ്നം? ഒരാൾക്ക് സ്വന്തമായ ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ടു പോവാണ്. ചില ആൾക്കാരൊക്കെ ഭയങ്കര നിസ്സാരവൽക്കരിച്ച് പറയും, ഇതിപ്പോൾ നമ്മളത്ര വലിയ സംഭവമാക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഞാൻ നിങ്ങൾക്ക് അതിന് എളുപ്പത്തിൽ ഒരു ക്രൈറ്റീരിയ പറഞ്ഞുതരാം. ഈ ക്രൈറ്റീരിയകൾ എല്ലാ സാധനത്തിലും ഒന്ന് വെച്ച് നോക്കുക. എന്താണെന്നറിയോ ക്രൈറ്റീരിയ? നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം, നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം നമുക്ക് പറ്റാത്ത ഒരിടത്ത് പോയി ഒരു സെലിബ്രേഷൻ കൾച്ചർ, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ആഘോഷരാവ്, ഇപ്പോൾ ഈ പറഞ്ഞ നൈറ്റ് ലൈഫൊക്കെ ഭയങ്കര വർദ്ധിക്കുന്ന കാര്യമാണ്. ഒരു ഉദാഹരണം പറയാണ്. അങ്ങനെ നൈറ്റ് ലൈഫ് കൾച്ചറുള്ള ഒരു സ്ഥലത്ത് പോയി നമ്മളങ്ങനെ മാറിക്കുകയാണ്, നമ്മളൊന്നും ചെയ്യുന്നൊന്നുമില്ല, പക്ഷെ നമ്മളവിടെ മാറി നിൽക്കുകയാണ്. നമ്മൾ ആ സ്ഥലത്ത് പോയി എന്ന തീരുമാനം ആരെടുത്തത്? നിലപാട് ആരെടുത്തത്? നമ്മളെടുത്തതാണ്. അതിന് നമുക്ക് പ്രത്യേകിച്ച് റെഫറൻസ് ഒന്നുമില്ല, പ്രത്യേകിച്ച് ബേസ് ഒന്നുമില്ല. മറിച്ച് അത് ഞാൻ തീരുമാനിച്ചു, അതുകൊണ്ട് പോയി. നമ്മൾ പോകുന്ന ഇടങ്ങൾ, നമ്മൾ തീരുമാനിക്കുന്ന തീരുമാനങ്ങൾ, നമ്മുടെ വസ്ത്രധാരണം, ഒറ്റ ഉദാഹരണങ്ങൾ മറ്റൊന്ന് എടുത്തു നോക്കി നോക്കുക. ഇപ്പോൾ പുരുഷന്മാരുടെ ആണെങ്കിലും സ്ത്രീകളുടെ ആണെങ്കിലും നമ്മുടെ വസ്ത്രധാരണം
ഇതാരാ തീരുമാനിച്ച്? അത് ഞാനാണ് തീരുമാനിച്ചത്. ഇത് നമുക്ക് എളുപ്പത്തിൽ പറയാവുന്നൊരു ഉത്തരമാണ്. പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ? നമ്മളെപ്പോലെ തീരുമാനിച്ചവരാണ് അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവർ. നമ്മളവിടെ തൽക്കാലം ഒരു ലിമിറ്റ് പാലിച്ചിട്ടുണ്ട്, ആ പരിപാടിക്ക് പോയിട്ടില്ല, ഒന്ന് മാറി നിന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നിലപാടിൻ്റെ ബേസ് എന്താണ്? അത് നമ്മുടെ തീരുമാനങ്ങളാണോ? എൻ്റെ വസ്ത്രം ഞാൻ ധരിക്കുമ്പോൾ അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് ബേസ് ഉണ്ടോ? അല്ല പറഞ്ഞിട്ടാണെന്ന് പറയുമ്പോൾ അതൊരു ബേസാണ്. അല്ല എനിക്കിത് ഇഷ്ടപ്പെട്ടതെന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകിച്ച് ബേസില്ല. അതുകൊണ്ട് എന്തെന്നറിയോ, നമ്മൾ ദീനിയായ നിലപാടിൽ നിന്ന് എത്ര അടി മാറുന്നുവോ അത്രത്തോളം നമ്മുടെ നിലപാടിൽ നിന്നാണ് മാറുന്നത്, നമ്മുടെ ഐഡൻറ്റിറ്റിയിൽ നിന്നാണ് മാറുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ അല്ലാമ ഇഖ്ബാലിൻ്റെ ഒരു വളരെ പ്രസിദ്ധമായ വരികളുണ്ട്. അല്ലാമ ഇഖ്ബാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഏതായാലും അല്ലാമ ഇഖ്ബാൽ എന്ന് പറയുന്നത് ഉറുദുവിലെ വളരെ പ്രധാനപ്പെട്ട കവിയാണ്. സാരേ ജഹാൻ സെ അച്ച, നിങ്ങൾക്ക് അറിയാലോ, സാരേ ജഹാൻ സെ അച്ച, സാരേ ജഹാൻ സെ അച്ച, ആ കവിത എഴുതിയത് അല്ലാമ ഇഖ്ബാലാണ്. ഓക്കെ, അപ്പോൾ അല്ലാമ ഇഖ്ബാലിലെ വളരെ പ്രസിദ്ധമായൊരു വരിയുണ്ട്. ആ വരി ഇങ്ങനെയാണ്: സബക് ഫിർ പഠ് ശജാഅത്ത് കാ അദാലത്ത് കാ സദാഖത്ത് കാ ലിയാ ജായേഗാ കാം തുജ്സേ ദുനിയാ കി ഇമാമത്ത് കാ. ഇതാണ് അല്ലാമ ഇഖ്ബാലിന്റെ വാക്ക്. എന്തെന്നറിയോ? സബക് ഫിർ പഠ് ശജാഅത്തും അദാലത്തും സദാഖത്തും ഉള്ള കാലത്തോളം ലിയാ ജായേഗാ കാം തുജ്സേ ദുനിയാ കി ഇമാമത്ത് കാ, നിങ്ങൾക്ക് ഞാൻ ദുനിയാവിൻ്റെ ഇമാമത്ത് കയ്യിൽ തരാമെന്നാണ്. ഇതിനൊരു ഉദ്ദേശം എന്താണെന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞ ടോപ്പിക്കോട്ടൊക്കെ നിങ്ങൾ കണക്റ്റഡ് ആണ്. ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ ഈ പറയുന്ന മോഡേൺ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് വ്യത്യസ്തമായ ആശയങ്ങൾ കൊണ്ട് കൺഫ്യൂസ്ഡ് ആണ് ലോകം. ഞാനിപ്പോൾ തൊട്ട് മുൻപ് ടീച്ചേഴ്സ് ട്രെയിനിങ്ങിൻ്റെ ഒരു ക്ലാസ് എടുത്തു. അപ്പോൾ ആ ക്ലാസ്സിൽ പറഞ്ഞൊരു ഒരു പോയിന്റാണ്, ഒക്ടോബർ 20 ലോകത്ത് എന്തായിട്ടാണ് ആചരിക്കുന്നത്? വേൾഡ് ഇൻഫർമേഷൻ ഓവർലോഡ് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. നിങ്ങൾക്കറിയോ? അത് 2009 മുതലാണ് ആചരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഡേ ഒന്നുമല്ല. പക്ഷേ ബേസിക്സ് എന്ന് പറയുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് ആ കമ്പനി 2009 പ്രോബ്ലം ഓഫ് ദ ഇയർ ആയിട്ട് കണ്ടെത്തിയതെന്നറിയോ? അവരുടെ കമ്പനിയിൽ എല്ലാവർക്കും ഇൻഫർമേഷൻ ഓവർലോഡ്. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ഇൻഫർമേഷൻ കൊണ്ട് ആധിക്യം സംഭവിക്കുക, എടങ്ങാറാവുക, നമ്മൾ സാധാരണ പറയില്ലേ ബുദ്ധി കൊണ്ട് അടങ്ങാറായതാണ് ഞാൻ അറിയില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥ സംഭവിച്ചു. അങ്ങനെ അയാൾ എന്ത് ചെയ്യുന്നു അറിയോ? വേൾഡ് ഇൻഫോർമേഷൻ ഓവർലോഡ് ഡേ ആചരിക്കാൻ തീരുമാനിച്ചു. ഒക്ടോബർ 20 വേൾഡ് ഇൻഫോർമേഷൻ ഓവർലോഡ് ഡേ ആണ്. 2024 ഓക്സ്ഫോർഡിന്റെ വേർഡ് ഓഫ് ദ ഇയർ പ്രഖ്യാപിക്കാറ്. നിങ്ങൾക്ക് അറിയില്ല അത്? വേർഡ് ഓഫ് ദ ഇയർ, ആ വർഷത്തെ ഒരു വാക്ക്, പ്രധാനപ്പെട്ട വാക്ക് തീരുമാനിക്കാറുണ്ട്. 2024 ഓക്സ്ഫോർഡിന്റെ വേർഡ് ഓഫ് ദ ഇയർ എന്ന് പറയുന്നത് ബ്രെയിൻ റോട്ട് എന്നുള്ളതാണ്. ബ്രെയിൻ റോട്ട് കുറേ പേർക്ക് അറിയുന്നുണ്ടാവും. എന്താണ് ഈ ബ്രെയിൻ റോട്ടും ഇൻഫർമേഷൻ ഓവർലോഡായിട്ട് കണക്ഷൻ എന്ന് അറിയാം? നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. ഈ പറഞ്ഞതുപോലെ ഈ സോഷ്യൽ മീഡിയയും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, തീരുമാനിക്കാൻ പറ്റാത്തത്രയും കൺഫ്യൂസ്ഡ് ആണ് നമ്മുടെ തലച്ചോറ്. നമ്മുടെ ബ്രെയിന് ശരിക്കും കപ്പാസിറ്റി ഉണ്ട്. 2024 നവംബർ വരെയും അത് അങ്ങനെ ആയിരുന്നില്ല. വളരെ ലേറ്റസ്റ്റ് ആയ പഠനങ്ങൾ പ്രകാരം കപ്പാസിറ്റിയെക്കുറിച്ച്, ബ്രെയിൻ കപ്പാസിറ്റിയെക്കുറിച്ച് വളരെ ആധികാരികമായ പഠനങ്ങൾ സ്റ്റാൻഫോർഡ് മെഡിസിനിലൊക്കെ നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എന്താണെന്ന് പറയുക ചുരുക്കം, ബ്രെയിൻ ഒരു പരിധി കഴിഞ്ഞാൽ പ്രോസസ്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാവുന്നതാണ്. ബ്രെയിൻ എന്ത് ഇൻഫർമേഷനും കയറ്റി വെക്കും. പക്ഷേ ആ ബ്രെയിനിൻ്റെ ഇൻഫർമേഷൻ റീകോളിംഗ് പവർ അത് കാലക്രമേണ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളതാണ്. അതുകൊണ്ടാണ് പുതിയ കുട്ടികളെ നമ്മൾ അറ്റൻഷൻ സ്പാൻ കുറവെന്നൊക്കെ പറയില്ലേ, പൊരിച്ചിൽ എന്തുണ്ടെങ്കിലും അസ്വസ്ഥത, ഒരു സ്ഥലത്തിരിക്കില്ല 10 മിനിറ്റ്, ഒരു കല്യാണത്തിൽ കൊണ്ടുപോകാൻ പറ്റില്ല, ഒരു ഹോട്ടലിൽ കൊണ്ടിരുത്തിക്കുന്ന 10 മിനിറ്റ്. ഈ പറഞ്ഞ പൊരിച്ചിൽ, ഈ പറഞ്ഞ അസ്വസ്ഥത, ഈ പറഞ്ഞ അറ്റൻഷൻ സ്പാൻ ഇല്ലായ്മയൊക്കെ സംഭവിക്കുന്നത് ഈ പറഞ്ഞ ഇൻഫർമേഷൻ ഓവർലോഡ് എന്നാണ്. ബ്രെയിൻ റോട്ട് നമുക്ക് അതിന് പറയാം. ഈ ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നത് മറ്റൊരു പദമാണ്. പക്ഷേ ഈ പറഞ്ഞ കോമൺ ആയിട്ട് ഈ പ്രശ്നത്തിൻ്റെ കാരണം എന്താണെന്നറിയോ? മുൻപിൽ നമുക്ക് ഒരുപാട് വഴികളാണ്. നമ്മൾ ഈ പറഞ്ഞ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട വഴികളെ മാത്രം അനലൈസ് ചെയ്യുന്നിടത്ത് ഇസ്ലാമുമായി ചേർന്ന് നിൽക്കുന്ന ഒരുപാട് വഴികളെ നമ്മൾ കാണുന്നു. ഒരു വഴിയാണ് ഇസ്ലാമികമായി ചേർന്നെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ഇസ്ലാമുമായി ഡിബേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇസ്ലാമുമായി കോൺഫ്ലിക്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് വഴികൾ കാണുന്നുണ്ട്. സാമുവൽ പി ഹണ്ടിങ്ടൺ എന്ന് പറയുന്ന ലോകത്ത് വളരെ പ്രസിദ്ധനായൊരു സോഷ്യോളജിസ്റ്റ് ഉണ്ട്, സാമുവൽ പി ഹണ്ടിങ്ടൺ. അദ്ദേഹത്തിൻ്റെ ക്ലാഷസ് ഓഫ് സിവിലൈസേഷൻ എന്ന് പറഞ്ഞ വലിയൊരു പുസ്തകമുണ്ട്. ഈ ക്ലാഷസ് ഓഫ് സിവിലൈസേഷൻ ഞങ്ങൾക്കൊക്കെ പഠിക്കാനുള്ള പുസ്തകമാണ് കേട്ടോ. ഈ സിവിലൈസേഷൻ്റെ ക്ലാഷസിനെ കുറിച്ച് ഹണ്ടിങ്ടൺ എഴുതുന്നത്, ഹണ്ടിങ്ടൺ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇനിയുള്ളൊരു കാലത്ത് ലോകം നേരിടാൻ പോകുന്ന വെസ്റ്റ് യൂണിവേഴ്സലിസ്റ്റ് തിയറി, ഒരു മോണോപ്പൊളി, ഇന്ന് നമ്മൾ പറയുന്ന ലോകത്തെ മൊത്തം അധികാരങ്ങളുണ്ടല്ലോ, അവർ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇസ്ലാം എന്ന പ്രശ്നമായിരിക്കുന്നത് അദ്ദേഹം പറയുന്നുണ്ട്. പുതിയ കാലത്ത് ഇസ്ലാം എങ്ങനെ ഈ പറഞ്ഞ ചോദ്യചിഹ്നത്തിന് മുമ്പിൽ ഇങ്ങനെ നിൽക്കുക എന്ന് പറയുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത്, സാധാരണ നമ്മൾ നാടൻ ഭാഷയിൽ പറയും മാങ്ങള്ള മാവിലെ കല്ലെറിയുള്ളൂ എന്ന് പറയും. ഇതുപോലെ ഇസ്ലാമുമായി ചേർന്ന് നിൽക്കുന്ന ഒരുപാട് ആശയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ആശയങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പുതിയ കാലത്ത് സമാധാനം ലഭിക്കാൻ, പയറ്റി തഖ്വയിലെത്താൻ നമുക്ക് ഏറ്റവും പ്രധാനമായും വേണ്ടത് ആ സിറാത്തൽ മുസ്തഖീമിൽ എത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഖുർആൻ സിറാത്തുൽ മുസ്തഖീം എന്നുള്ള പദം ഉപയോഗിക്കുന്നുണ്ടല്ലോ. സിറാത്ത് എന്നാണ് ഖുർആൻ ഉപയോഗിച്ച പദം. സാധാരണ ഖുർആൻ വേണമെങ്കിൽ മറ്റ് പല പദങ്ങളും ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ത്വരീഖ്, വഴി എന്നർത്ഥം. ത്വരീഖ് എന്ന് പറഞ്ഞാൽ വഴി എന്നർത്ഥം. സബീൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സബീൽ വഴി എന്നർത്ഥം. സിറാത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?
അത് വഴി തന്നെയല്ലേ, നേരായ പാത, നേരായ വഴി എന്നൊക്കെ തന്നെയല്ലേ. പക്ഷെ എന്തുകൊണ്ട് ഖുർആൻ സിറാത്ത് എന്ന പദം ഉപയോഗിച്ചു എന്നുള്ളതിന് മുഫസ്സിറുകൾ കൊടുക്കുന്ന വിശദീകരണം നമുക്ക് കാണാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ട വിശദീകരണം എന്ന് പറയുന്നത് സിറാത്ത് എന്നത് ഒരൊറ്റ വഴിയെക്കുറിച്ച് പറയുന്ന കാര്യമാണെന്നാണ്. അതിന് പ്ലൂറലായിക്കൊണ്ട് കുറേ വഴികളെക്കുറിച്ച് പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അള്ളാഹു എന്ന് പറയുമ്പോൾ ലോകത്ത് ആയിരക്കണക്കിന് പേരുകളുണ്ട്, പക്ഷേ അള്ളാഹു എന്ന അറബി പദം, അൽ ഇലാഹ് എന്ന പദം വേറെ ഒന്നിനും കൊടുക്കാൻ പറ്റില്ലാണ്. ഇതുപോലെ നമ്മൾ ഇന്ന് കാണുന്ന ഇസ്ലാമുമായി ചേർന്ന് നിൽക്കുന്ന ഐഡിയോളജികളെ പരിശോധിക്കുന്നിടത്ത് ഏറ്റവും ഇപ്പോൾ നമ്മൾ ഒരു 10 വർഷം മുൻപൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിക സംസാരങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയോ? കമ്പാരിറ്റീവ് റിലീജിയസ് സ്റ്റഡീസ്. ഇപ്പോൾ എം അക്ബർ സാഹിബിൻ്റെയൊക്കെ സർഗസംവാദം, ജ്യോതിർഗമയ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആശയ സംവാദങ്ങൾ കമ്പാരിറ്റീവ് റിലീജിയൻ ആയിരുന്നു. മത താരതമ്യ പഠനങ്ങൾ, ഇസ്ലാമുമായി, ഹിന്ദുയിസവുമായി, ക്രിസ്ത്യാനിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുക. കുറേ ആളുകൾ അവിടെ നിന്ന് ഇസ്ലാം സ്വീകരിക്കുന്നു. ഡോക്ടർ ജാക്കിർ നായിക്, അഹമ്മദ് ദീദാത്ത്, ഇങ്ങനത്തെ കുറേ ആൾക്കാരെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. പക്ഷെ ഇന്നത് കാണുന്നുണ്ടോ നിങ്ങൾ? ഉണ്ടോ? കമ്പാരിറ്റീവ് റിലീജിയസ് സ്റ്റഡീസ്, ഈ ഭഗവത്ഗീതയും ഖുർആനുമായി ബന്ധപ്പെട്ട താരതമ്യ പഠനത്തിൽ പ്രസംഗങ്ങൾ നിങ്ങൾ കേൾക്കാറുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ നേടുന്നത് ആരെയാണ്? മതങ്ങളെയാണോ? അല്ല. മറ്റ് മതങ്ങൾ ഇന്നും അവരുടെ മതത്തിനുള്ളിൽ നിൽക്കുമ്പോൾ ഇസ്ലാം അവരുടെ മുൻകാലത്തെ ഈ പറഞ്ഞ ആളുകളെയൊക്കെ മാറ്റിവെച്ച് പുതിയ ഏരിയയിലേക്ക് പോയിട്ടുണ്ട്. ആ ഏരിയയാണ് യഥാർത്ഥത്തിൽ പുതിയ കാലത്ത് എത്തീസം. ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യത്തിലേക്ക് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി അത് പറഞ്ഞത്. എത്തീസ്റ്റുകൾ എന്ന് പറഞ്ഞ പുതിയ കാലത്ത് ഈ പറയുന്ന നിരീശ്വരവാദികൾ, അല്ല ഇല്ല എന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്കിടയിൽ നമ്മുടെ മക്കളെ വളർത്താൻ, നമുക്ക് ജീവിക്കാൻ ചില ചിന്തകൾ അനിവാര്യമാണ്. ഒരു കാലത്ത് നമ്മൾ മറ്റ് മതങ്ങളെക്കുറിച്ച് കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തുമ്പോൾ നമ്മൾ അള്ളാഹിനെ കുറിച്ച്, തൗഹീദിനെ കുറിച്ച് നന്നായി പറഞ്ഞിരുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ക്രിസ്ത്യാനിറ്റിയുടെ ട്രിനിറ്റി എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. തൃത്വം. ഈ തൃത്വത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ പറയുന്നിടത്ത് നമ്മൾ പറയാറുള്ളത് ഈ പറഞ്ഞ മൂന്നിനെയും, ഈ പറഞ്ഞ മൂന്നാളുകളുടെയും പണി 3 ആളുകൾ എടുത്താൽ അതൊരു ഡിസ്ട്രക്ഷനാണ്. അതൊരിക്കലും മുന്നോട്ട് പോവില്ല. മോണോതീസത്തിൽ ഒരിക്കലും ട്രിനിറ്റിക്ക് എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ തൗഹീദ് എന്നതിനെ അതിൻ്റെ ബദലായി ഇങ്ങനെ മുകളിൽ വെക്കുന്നത്. ഇപ്പോൾ ഹിന്ദുയിസത്തെക്കുറിച്ച് പറയുന്നിടത്ത് ഹിന്ദുയിസത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വിശ്വാസമാണ് എന്തെന്നറിയോ? സ്ഥിതി, സൃഷ്ടി, സംഹാരം. സൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേഷൻ. ഈ ക്രിയേഷൻ ആരാണ് ഹിന്ദുയിസത്തിൽ അറിയോ? ഹിന്ദുയിസത്തിൽ ക്രിയേഷൻ എന്ന് പറയുന്നത് ബ്രഹ്മാവാണ്. സ്ഥിതി എന്ന് പറയുന്ന അവസ്ഥ ഉണ്ട്. ഇതിനെ സന്തുലിതമായി കൊണ്ടുപോകാം. നമ്മൾ അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ സസ്റ്റെയിനർ ആണെന്ന് പറയില്ലേ, റബ്ബുൽ ആലമീൻ എന്ന് പറയില്ലേ. ആ റബ്ബ് എന്ന പദത്തിനെ അവർ നെലേറ്റ് ചെയ്യുന്നൊരു ഭാഗമുണ്ട്. അവിടെ അവർ കൊണ്ട് ആരംഭിക്കുന്ന ഒരു വിഷ്ണുവിനെ കൊണ്ടുവെക്കും. മൂന്നാമതായി സംഹാരം, എല്ലാം നശിപ്പിക്കുന്ന, മരണം കഴിഞ്ഞാൽ മനുഷ്യനെ നശിപ്പിക്കണം, നിർവ്വാണത്തിലേക്ക് പോകണം. അതിനെക്കുറിച്ച് അവർ പറയുമ്പോൾ അവർ പറയും എന്ത്? ശിവനാണ് അത് എന്ന് പറയും. ഇങ്ങനെയുള്ള കുറേ വിശ്വാസങ്ങൾ നമ്മൾ കമ്പയർ ചെയ്ത് ഇങ്ങനെ നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞത് എന്തിനാണെന്നറിയോ? പുതിയൊരു കാലത്ത് നമ്മുടെ മക്കളും നമ്മളുമെല്ലാം നേരിടുന്ന ആശയങ്ങൾ ഇങ്ങനെയല്ല. നേർക്കുനേരെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ഒരു ആശയത്തെ നമ്മൾ കാണൂല. നേരത്തെ നേരെ വിശ്വാസത്തെ പറഞ്ഞാൽ ഇന്ന് നമ്മൾ അള്ളാഹിനെ നിങ്ങൾ പ്രൂവ് ചെയ്യുന്ന പറയുന്ന ആൾക്കാരെക്കാൾ കൂടുതൽ കാണുക വിശ്വാസത്തെ പ്രൂവ് ചെയ്യുന്നുള്ള ആൾക്കാരെയാണ്. അഥവാ ഈ പറഞ്ഞ എത്തീസത്തിൻ്റെ എല്ലാം ബേസിനെ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മളും ഈസിലി ഈ പറഞ്ഞ വഴി തെറ്റിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. പാത്തിൽ നിന്നും നമ്മൾ ഡൈവേർജ് ആയി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇവിടെ അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അള്ളാഹുവിനെ മനസ്സിലാക്കുന്നിടത്ത് ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുകയാണ്, ഇതിൽ എത്ര ആളുകൾ നമ്മുടെ മക്കളെയൊക്കെ കൂടെ ഇരുത്തിയിട്ട് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട്? നിങ്ങൾ കയ്യൊന്നും പൊക്കണമെന്നില്ല, ഞാൻ ചോദിക്കുകയാണ്. അള്ളാഹിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞ ദീനിൻ്റെ അലാമാത്തുകളെക്കുറിച്ച്, അതിൻ്റെ സൈനുകളെക്കുറിച്ച്, അതിൻ്റെ അനുഷ്ഠാനങ്ങളെക്കുറിച്ചൊക്കെ ധാരാളം പറയുന്നുണ്ട്. ഒരു രക്ഷിതാവിൻ്റെ വലിയ സങ്കടം എന്താണെന്ന് ചോദിച്ചാൽ വലിയ സങ്കടം എന്തായിരിക്കും അറിയോ? നിസ്കരിക്കാൻ പോണേ ഇല്ല എന്നുള്ളതാണ്. അത് വലിയ സങ്കടമാണ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവൾ വസ്ത്രധാരണം കറക്റ്റ് അല്ല എന്നൊക്കെയാണ്. പക്ഷെ അതിനേക്കാൾ മുൻപ് ഒരാളുടെ മനസ്സിൽ ഉറക്കേണ്ടത് എന്താ? പുതിയ കാലത്ത് ആധുനികതയിൽ വിശ്വാസത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ ഘട്ടം എന്താ? അത് അള്ളാഹുവിനെ അറിയലാണ്. അള്ളാഹിനെ അറിയാതെ ഈ പറഞ്ഞ ഒരു വിശ്വാസവും ഇവിടെ നിലനിൽക്കില്ല. അതുകൊണ്ട് എന്തെന്നറിയോ, നേരത്തെ പറഞ്ഞ ഈ ഇഖ്ബാലിൻ്റെ ഇത് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സദാഖത്ത് കാ ഷജാഅത്ത് കാ അദാലത്ത് കാ പറഞ്ഞാൽ ഏറ്റവും ആദ്യത്തേത് ഷജാഅത്ത് എടുത്തു കഴിഞ്ഞാൽ ധീരമായിക്കൊണ്ട് നമ്മുടെ ആദർശം പറയാൻ, നമ്മൾ മുസ്ലിമാണ് എന്ന ഐഡൻറ്റിറ്റി പറയണമെങ്കിൽ നമുക്ക് കൃത്യമായ നോളേജ് വേണം എന്നുള്ളതാണ്. ഇപ്പോൾ അള്ളാഹിനെ കുറിച്ച്, തൗഹീദിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞോടെ തന്നെ അള്ളാഹ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫഅലം അന്നഹു ലാ ഇലാഹ, അള്ളാഹിനെ കുറിച്ച് നിങ്ങൾ അറിയണം എന്നാണ്, പഠിക്കണം എന്നാണ്. ഇത് പഠിക്കൽ വളരെ അനിവാര്യമാണ്. ലോകത്ത് ഏത് ഘട്ടത്തിലെത്തിയാലും, നമ്മൾ എത്ര തന്നെ തിരക്കിലായാലും, നമ്മൾ ഏത് പൊസിഷനിലേക്ക് എത്തിയാലും, നമ്മൾ ഏറ്റവും അവസാനം സൊഫിൽ കൈകെട്ടി നിൽക്കുമ്പോൾ സുജൂദ് ചെയ്യുന്ന ആ സ്രഷ്ടാവിനെ കുറിച്ച് അറിയുക എന്നുള്ളത് ഏറ്റവും അനിവാര്യമായ കാര്യമാണ്. അവിടെ അള്ളാഹിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ അറിയാം? ഇവിടെ ഈ പറഞ്ഞ യുക്തിവാദികളുടെയും നിരീശ്വരവാദികളുടെയൊക്കെ വാദങ്ങളെ പൊളിച്ചു കളയാൻ ഒരൊറ്റ
പോയിന്റ് മതിയല്ലോ. എന്താണത്? രഹസ്യത്തിലും പരസ്യത്തിലും ഒരു മനുഷ്യനെ നേർവഴിയിൽ നയിക്കുന്നത് ആര്? എൻ്റെ ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഒരാൾക്കും സാധിക്കാത്തത്. ഇവിടെ മോഡേൺ എത്തീസ്റ്റ്, ഈ നിയോ ലിബറലിസ്റ്റുകൾ എന്നൊക്കെ പറയുന്ന നിയോ എത്തീസ്റ്റുകൾ എന്നൊക്കെ പറയുന്ന ഒരു ടീമുണ്ട്. ഈ പറഞ്ഞ 19ാം നൂറ്റാണ്ടിലൂടെ ഉണ്ടായ കുറേ ആൾക്കാർ, പുതിയ നിരീശ്വരവാദികൾ നമ്മുടെ നാട്ടിലൊക്കെ അവർ ധാരാളം ഉണ്ട്. എന്തിനാ ദൈവം? ഇപ്പോൾ നമ്മുടെ ക്യാമ്പസിലൊക്കെ പോയിട്ട് കുട്ടികൾക്കൊക്കെ മൈക്കൊക്കെ പിടിച്ച് പബ്ലിക് ഒപ്പീനിയൻ എടുക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? ഇന്ത്യയാണോ നിങ്ങൾക്ക് വലുത്, മതമാണോ നിങ്ങൾക്ക് വലുത്? ഇത് ചോദ്യമാണിത്. ആ കുട്ടികൾ ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുക. ഇതിപ്പോൾ ഞാൻ എന്താ മറുപടി പറയാ? ഇന്ത്യ മതോ? ഇതൊരു കമ്പാരിസൺ പോയിട്ട് ഒരു സെയിം പ്ലാറ്റ്ഫോമിൽ പോലും ഇല്ലാത്ത രണ്ട് കാര്യങ്ങളല്ലേ? പക്ഷേ മതത്തെയും ദൈവത്തെയൊക്കെ ഇങ്ങനെ ചോദ്യചിഹ്നത്തിൽ നിർത്തുക. എന്നിട്ട് പറയാണ് നമ്മൾ ദൈവരെ കാണാത്ത ദൈവത്തെ വിശ്വസിക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് കയ്യിലുള്ള ശാസ്ത്രത്തെ വിശ്വസിക്കുന്നതാണ്. ഇതാണ് അവരുടെ വാദം. ഞാൻ പറയുന്നത്, ഈ വാദഗതിനെ ഇങ്ങനെ വെച്ച് നോക്കുക നിങ്ങൾ. എന്നിട്ട് ഈ വാദഗതിനെ അനലൈസ് ചെയ്യുന്നിടത്ത് തൊട്ടപ്പുറത്ത് ഇസ്ലാമിനെ വെച്ച് കൊടുക്കുക. എന്താണ് ഇസ്ലാമും ഈ വാദവും തമ്മിലുള്ള വ്യത്യാസം അറിയാം നിങ്ങൾക്ക്? ദൈവം എന്ന് പറയുന്ന, അള്ളാഹു എന്ന് പറയുന്ന, ക്രിയേറ്റർ എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ ദൈവസങ്കല്പം എന്ന് പറയുന്നത് നിരന്തരം മനുഷ്യ ജീവിതത്തിൽ ഇടപെടുന്ന വ്യക്തിയാണ്. നിരന്തരം ഇടപെടുന്ന എൻറ്റിറ്റിയാണ്. ഒരിക്കലും അത് ആഴ്ചയിൽ ഒരു ദിവസം പോയി കുർബാനൊക്കെ കൂടുമ്പോൾ തീരുന്നതല്ല. ഏതെങ്കിലും സമയത്ത് ഒരു വഴിപാട് കഴിക്കുമ്പോൾ അവസാനിക്കുന്നതല്ല. ഞാൻ അവരുടെ വിശ്വാസത്തെ അല്ല പറയുന്നത്, മറിച്ച് നമ്മുടെ വിശ്വാസം എന്നുള്ളത് ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഇടപെട്ടുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അത് നമ്മുടെ ഉറങ്ങുമ്പോൾ ഇടപെടണ്ടേ, നമ്മുടെ മക്കളെ കാര്യത്തിൽ ഇടപെടണ്ടേ, നമ്മുടെ നിസ്കാരത്തിൽ ഇടപെടണ്ടേ? ഓരോ ഘട്ടത്തിലും അങ്ങനെ ഇടപെടണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ നമുക്ക് ബോധ്യപ്പെടണം. ഞാൻ 1-2 കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്നാമത്തേത്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണെന്നുള്ളതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ ഓടിച്ചു പോകുന്നത്. ഒന്നാമത്, ഇപ്പം മൂസ അലൈഹി ഇസ്ലാമയുടെ ചരിത്രമാണ് ഖുർആനിൽ ഏറ്റവും കൂടുതലുള്ളത് ആണല്ലോ. ഏറ്റവും കൂടുതൽ ഖുർആൻ പരാമർശിക്കുന്ന പ്രവാചകൻ ആരാണ്? മൂസാ നബി അലൈഹി ഇസ്ലാമാണ്. എന്തുകൊണ്ട് മൂസാ നബി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് മൂസാ നബി? റസൂലുള്ളാഹിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് ഈ ഖുർആൻ അവതരിപ്പിച്ച് തരുന്നത്, നമുക്ക് വിശദീകരിച്ച് തരുന്നത്. എന്തുകൊണ്ട് റസൂലിൻ്റെ പേര് 5 തവണ പറഞ്ഞ ഖുർആനിൽ മൂസ അലൈഹി ഇസ്ലാമിൻ്റെ പേര് 70-നും അധികം പറയുന്നു? എൻ്റെ അതിന് കാരണം? അതിനൊരു കാരണമുണ്ട്. മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം പരിശോധിക്കുന്നിടത്ത് നമുക്ക് മനസ്സിലാവും അത്. എന്താണ് ആ കാരണം? മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ അള്ളാഹു എന്ന ദൈവം എന്ന സ്രഷ്ടാവ് എന്ന പോയിന്റിനെ എത്ര ഘട്ടങ്ങളിലാണ് പ്രത്യക്ഷത്തിൽ ഭൗതികമായി ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നത്? പ്രത്യക്ഷത്തിൽ ബോധ്യപ്പെടുത്താൻ സാധിക്കും. ലോകത്ത് അഹങ്കാരിയാണെന്ന് പറയുന്ന, അന റബ്ബുക്കുമുൽ അഅല എന്ന് പറയുന്ന ഫിർഔനുള്ള സ്ഥലത്ത് തന്നെ അപ്പുറത്ത് അള്ളാഹു പറയുന്നുണ്ട്, ഇല്ല ഫിർഔൻ, താങ്കൾക്ക് സാധിക്കാത്ത വിധത്തിൽ താങ്കളെ നശിപ്പിച്ചു കളയും. എങ്ങനെയാണ് ആ ചരിത്രം നമുക്ക് വായിക്കുമ്പോൾ അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കുക? മൂസ അലൈഹി ഇസ്ലാം ഫിർഔന്റെ കൊട്ടാരത്തേക്ക് പോകുന്നുള്ള ധൈര്യം ഉണ്ടല്ലോ, അത് നിങ്ങൾ നമ്മുടെ ജീവിതമായിട്ട് ഇങ്ങനെ തട്ടിച്ച് നോക്കി നോക്കുക. നമ്മൾ അടുത്തൊരു സ്റ്റെപ്പ് നമ്മുടെ ജീവിതത്തിലേക്ക് വെക്കാൻ പോകാൻ വിചാരിക്കും. നമ്മുടെ ബിസിനസ്സിൽ, നമ്മുടെ പ്രൊഫഷനിൽ, നമ്മൾ ജീവിക്കുന്ന എന്തെങ്കിലും തീരുമാനത്തിൽ, നമ്മുടെ ഒരു ഫാമിലി റിലേഷൻഷിപ്പിൽ, നമ്മളൊരു വീട്ടിലൊരു പ്രപ്പോസൽ, ഒരു മാരേജ് ആലോചന വന്നു വിചാരിക്കുക. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ, ഒരു കേസ് ഇങ്ങനെ കണ്ടു. ആ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാരേജിൻ്റെ ബാക്കി എല്ലാ ഘട്ടങ്ങളും അന്വേഷിച്ചിട്ടുണ്ട് ആ കുട്ടികൾ. എന്ന് വെച്ചാൽ ആ ഫാമിലി, 2 ഫാമിലികളും പരസ്പരം അത്രത്തോളം പരസ്പരം അറിഞ്ഞു, അടുത്തു, കല്യാണം ഉറപ്പിച്ചു, ഓഡിറ്റോറിയം അടക്കം എല്ലാം ബുക്ക് ചെയ്തു. പക്ഷേ ഏറ്റവും അവസാന ഘട്ടത്തിൽ ഈ പയ്യൻ്റെ ഏതോ ഒരു അഫെയർ ഏതോ ഒരു വഴിയിലൂടെ ഫാമിലി അറിയേണ്ടി വന്നു. അവസാനം ഇപ്പോൾ ആ ഫാമിലി മൊത്തം തകരുന്ന രൂപത്തിൽ നിൽക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തെയും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഇടനാഴികളെയും നമ്മൾക്ക് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാത്ത് നമുക്ക് ക്ലിയർ ആവും. എന്താണ്? ഫിർഔന്റെ അടുക്കലേക്കാണ് പോണത്. ഫിർഔന്റെ അടുക്കലേക്ക് പോകുകയെന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ചരിത്രത്തിൻ്റെ ഒരു കഥാപാത്രമായി വെക്കരുത് കേട്ടോ. ചരിത്രത്തിലൊരു കഥാപാത്രം ഇങ്ങനെ ഫിർഔൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ഇങ്ങനെ ഓരോ ചിത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിനൊക്കെ നിങ്ങളൊന്ന് മാറ്റി വെക്കുക. പേടിയുള്ളൊരു സാധനം, ഒരു മനുഷ്യനെ അടുക്കാൻ പേടിക്കുന്നൊരു വസ്തു, അതാണ് ഫിർഔൻ. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ആ ഫിർഔന്റെ അടുക്കിലേക്ക് അള്ളാഹ് മൂസ അലൈഹി ഇസ്ലാമിൻ്റെ അടുത്ത് പോകാൻ പറയല്ല ചെയ്യുന്നത്, കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹ് പറഞ്ഞാൽ എന്താണ് മൂസ അലൈഹി ഇസ്ലാം ചെയ്യുന്നത്? ഒറ്റയടിക്ക് അള്ളാഹ് പറഞ്ഞപ്പോൾ അള്ളാഹുവേ എന്ന് പറയല്ല, മറിച്ച് അള്ളാഹിനോടൊരു സംസാരം അവിടെ നടക്കുന്നുണ്ട്. എന്താണ് ആ സംസാരം? കൃത്യമായും ചോദിക്കുന്നത്, അള്ളാഹ് കൃത്യമായി വിശദീകരിച്ചു കൊടുക്കണം. എന്താണ്? മൂസ, നീ ഫിർഔന്റെ അടുക്കിലേക്ക് നീയും ഹാറൂനും പോവുക. ഹാറൂൻ അലൈഹി ഇസ്ലാം മൂസ അലൈഹി ഇസ്ലാം കൂട്ടാണ്. എന്നിട്ട് ഹാറൂൻ അലൈഹി ഇസ്ലാമിയും മൂസ അലൈഹി ഇസ്ലാമിയും ഫിർഔന്റെ അടുക്കിലേക്ക് പോകുമ്പോൾ പറയുന്ന വാക്കെന്നറിയോ? ലഅല്ലഹും യതദക്കറു ഔ യഖ്ഷാ, എങ്ങാനും അവൻ നന്നായെങ്കിലോ, അവന് ഓർമ്മ വന്നെങ്കിലോ, അവന് ഭയം വന്നെങ്കിലോ. ഇതിൽ എന്തേന്ന് നമ്മൾ പഠിക്കുന്നത് തൗഹീദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണത്. മറ്റൊന്നിലും ആശ്രയിക്കാതെ സ്വന്തമായ ഒരു മനുഷ്യ ശരീരം കൊണ്ട് ഒരിക്കലും ഭയപ്പെട്ടല്ലാതെ പോവാൻ സാധിക്കാത്ത ഇടത്തിൽ ധൈര്യമായി പോകാൻ മൂസ അലൈഹി സ്വലാമക്ക് ഒരേ ഒരു ധൈര്യമുള്ളൂ, അത് അള്ളയാണ്. ഇതാണ് മൂസ അലൈഹി സ്വലാമിൻ്റെ ചരിത്രം. എന്നിട്ട് അവിടെ പോയിട്ടും എന്താ പറയുന്നത്? ഫമം റബ്ബുകുമായ മൂസ, മൂസ ആരാണ് നിന്റെ റബ്ബ്? സ്വന്തമായിട്ട് റബ്ബ് എന്ന് പറഞ്ഞ ഫിർഔനാ ചോദിക്കുന്നത്. പതറിയിട്ടില്ലല്ലോ. റബ്ബുന അല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖലഖഹു സുമ്മ ഹദാ,
എന്നെയും എല്ലാവരെയും സൃഷ്ടിച്ച അതിന് വഴി കാണിക്കുന്ന റബ്ബാണ്. ഇത് ധൈര്യസമേതം മൂസ അലൈഹി ഇസ്ലാമിന് പറയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇനി നമ്മുടെ ജീവിതത്തിൽ ഒന്ന് കൊണ്ടുവരും നോക്കുക. പുതിയൊരു കാലത്ത് ഒരു ഉദാഹരണം മാത്രം എടുക്കുക. നമുക്ക് പേടിയുള്ളൊരു വസ്തുതയാണ് ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി. ഒരു പക്ഷേ പ്രൊഫഷണലുകൾ എന്ന നിലക്ക് ഈ റിട്ടയർമെൻറ്റ് പ്ലാനുകളൊക്കെ നിങ്ങൾക്ക് ധാരാളം കിട്ടും. ഒരു 10-30-40 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് റിട്ടയർമെൻറ്റ് തരാൻ തുടങ്ങും. ഇൻഷുറൻസ് കമ്പനികൾ വരും, ഫാമിലി ഇൻഷുറൻസ് എടുക്കാൻ പറയും. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും സെക്യൂരിറ്റിയാണ് വിഷയം. നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു ഭാവി അപ്പുറത്തുണ്ട്. രോഗം വന്നാൽ ഇപ്പോഴത്തെ സ്ഥിതിയൊന്നും ആയിരിക്കില്ല, എന്താ സംഭവിക്കുക എന്നറിയില്ല. ഈ ഒരു ലൈഫ് സ്റ്റൈൽ തുടർന്ന് കൊണ്ടുപോകണമെങ്കിൽ ഈ പറഞ്ഞ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണം. ഇതിൽ താഴേക്ക് പോയാൽ കുട്ടികൾക്ക് അത് സഹിക്കാൻ പറ്റില്ല, അവർക്ക് ഇതിന് താഴെയുള്ള ലൈഫ് സ്റ്റൈൽ സ്വീകരിക്കാൻ സാധിക്കില്ല. ഇങ്ങനെയൊക്കെ നിങ്ങൾ വെച്ചോളി. ഭാവി ഒരു പേടിയാണെങ്കിൽ അള്ള പറയുന്നത് ധൈര്യസമേതം ദീനിയായ തീരുമാനമെടുത്ത് മുന്നോട്ട് പോയിക്കോളൂ എന്നാണ്. അതാണ് അള്ള പറയുന്നത്. നിങ്ങൾ റിബയുമായി അടുക്കരുത്, പലിശയുമായി അടുക്കരുത്. പലിശയുമായി അടുക്കരുത് എന്ന് പറയുമ്പോൾ അതിനർത്ഥം പലിശയുമായി അടുക്കാനുള്ള ഫാക്ടേഴ്സ് ഉണ്ട് എന്നാണ്, അട്രാക്ഷനുള്ള പോയിന്റുകൾ ഉണ്ട് എന്നാണ്. പലിശ എടുത്താൽ നല്ല സുഖമാണ് പരിപാടി, പല കാര്യങ്ങളും എളുപ്പത്തിൽ നടക്കും. പക്ഷേ അണുമണി തൂക്കം എൻ്റെ പണത്തിൽ ഒരു പലിശയുടെ ഘട്ടം പോലും വരില്ല എന്ന് ഉറപ്പിക്കാനാണ് ആളുകൾ ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നത്. EMI എടുത്ത പ്രശ്നമുണ്ടോ? ഇൻസ്റ്റാൾമെൻ്റ് എടുത്ത പ്രശ്നമുണ്ടോ? ഇൻഷുറൻസ് എടുത്ത പ്രശ്നമുണ്ടോ? വാഹനത്തിന് ഇൻഷുറൻസ് എടുക്കാൻ പറ്റുമോ? ഈ ചോദ്യം ഒരു മുസ്ലിമിൻ്റെ വായിന്ന് വരാനുള്ള കാരണം എന്താണ്? അത് മൂസ അലൈഹി ഇസ്ലാമിന് ഫിർഔന്റെ കൊട്ടാരത്തേക്ക് പോകുമ്പോൾ അള്ളാഹിനോട് ചോദിച്ച അതേ ചോദ്യമാണ് അതിൻ്റെ റീസൺ. എന്താണ്? മുന്നോട്ട് പോകുമ്പോൾ കൂടെയുള്ളത് അള്ളാഹു മാത്രമാണ്, ഇലാഹായിട്ടുള്ള അള്ളാഹ് മാത്രമാണ്. ഇതാണ് തൗഹീദ്. ഈ തൗഹീദിനെ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് കൂടെ ഇരുത്തി പറഞ്ഞു കൊടുക്കാൻ സാധിക്കണമെങ്കിൽ മദ്രസയിൽ നിന്ന് മാത്രം ദീന് കിട്ടും നമുക്ക് വിചാരിക്കാൻ സാധിക്കില്ല. നമ്മുടെ ജീവിതങ്ങൾ അവർക്കുമായി കണക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കണം. മോഡേൺ കാലത്തെ പാരൻറ്റിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുള്ളതാണ്. പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ, ധാരാളം കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടാവും, പക്ഷേ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ല. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഒരു ഫ്ലോ ആണ്. കമ്മ്യൂണിക്കേഷൻ ഒരു ഫ്ലോ, അത് ഒഴുകണം. അതൊരിക്കലും ഒരു ഗ്ലാസ്സിൽ നിന്ന് മറ്റേ ഗ്ലാസ്സൊക്കെ ഒഴുക്കേണ്ടതല്ല, അത് ഒഴുകേണ്ടതാണ്. എങ്ങനെയാണ് ഒഴുകുക? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കുട്ടികളുടെ ആകാശവും ഭൂമിയും ഒക്കെ നമ്മളാണെന്ന് പറയുമ്പോൾ നിങ്ങൾ കുട്ടികളെ മാത്രം എടുക്കണ്ട കേട്ടോ. നമ്മുടെ ഫാമിലി, ഇപ്പോൾ ഇവിടെ പുതിയ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ, മീൻസ് വളരെ യങ് ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ, നമ്മുടെ ഫാമിലി, നമ്മുടെ വൈഫ്, നമ്മുടെ ഉപ്പ ഉമ്മ, ഇവരൊക്കെ നിങ്ങൾ എടുത്തു നോക്കുക. നമ്മൾ ഉള്ള ഇടങ്ങളിൽ നമ്മുടെ തീരുമാനങ്ങളിൽ അള്ളാനെ പ്രതിഷ്ഠിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ഖുർആനിൽ ഷഹ്റു റമദാൻ അല്ലദീ എന്ന് പറഞ്ഞ് നമ്മൾ എപ്പോഴും റമദാൻ ആകുമ്പോൾ കേൾക്കുന്ന ഒരു ആയത്തുണ്ട് അല്ലേ, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ ഇറങ്ങിയ മാസത്തെക്കുറിച്ച് പറഞ്ഞ് അത് ഹുദയാണെന്നൊക്കെ പറഞ്ഞ് ഖുർആൻ പറയുന്നൊരു വാക്കുണ്ടെന്നറിയോ? ഫലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, ഫലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. നിങ്ങളെ ഈ ഹുദയിൽ നിലനിർത്തിയ അള്ളാഹുവിനെ നിങ്ങൾ തുക്കബ്ബിർ ചെയ്യണം എന്നാണ്. എന്താ തുക്കബ്ബിർ? നമ്മൾ ഓരോ വക്തിലും അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ ആ തുക്കബ്ബിറാ ചെയ്യണത്. ബാങ്കിൽ അള്ളാഹു അക്ബർ എന്ന് കേൾക്കുമ്പോൾ അതാ കേൾക്കുന്നത്. നമ്മളൊന്ന് എണീക്കുമ്പോൾ വീഴാൻ പോയി അള്ളാഹു അക്ബർ എന്ന് പറയുന്നതൊക്കെ ആ തുക്കബ്ബിറാണ്. പക്ഷേ തുക്കബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, നിങ്ങൾക്ക് വഴി കാണിച്ച് തന്ന ആ ഹുദയുണ്ടല്ലോ, അതിൻ്റെ പേര് നിങ്ങൾ അള്ളാഹുവിനെ തുക്കബ്ബിർ ചെയ്യണം എന്നാണ്. എന്താ ഇതിനർത്ഥം എന്ന് പറയുക? നേരത്തെ പറഞ്ഞതാണ്, ഒരുപാട് വഴികൾക്ക് നടുവിൽ നമുക്ക് ഇസ്ലാം നൽകിയിട്ടുണ്ട്. ഇവിടെ റിവേർട്ടായ ആളുകളുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ജനിക്കുമ്പോൾ തന്നെ ഇസ്ലാം ലഭിച്ച ആളുകളാണ് നമ്മൾ. എല്ലാവർക്കും ഫിത്രത്തിലുണ്ട്, പക്ഷേ ജനിച്ച് വളരുന്ന കാലഘട്ടത്തിലൊന്നും ഇസ്ലാം നഷ്ടപ്പെടേണ്ട സാഹചര്യം നമുക്ക് ഉണ്ടായിട്ടില്ല. പുതിയ കാലത്തെ മക്കൾക്ക് അതുണ്ട്. നിങ്ങളൊന്നും ചെയ്യേണ്ട. കുട്ടികളെ മദ്രസക്കൊന്നും പറഞ്ഞേക്കാതെ, ഞാൻ മദ്രസക്ക് പറഞ്ഞേച്ചോളൂ, എന്നാലും കുഴപ്പമില്ല. ഒരു 10ാം ക്ലാസ്സിലൊക്കെ കുട്ടികളുടെ മദ്രസ പഠനവും ദീനിയായ പഠനമൊക്കെ അവസാനിപ്പിച്ചിട്ട് ഒന്നും ചെയ്യാതെ നിങ്ങൾ മിണ്ടാതിരുന്നോളി. നിങ്ങളെ കുട്ടി നിങ്ങൾക്ക് അസലായിട്ടുള്ള ഒരു നാർസിസിസ്റ്റായിട്ട് കിട്ടും. നാർസിസിസ്റ്റ്, പുതിയ കാലത്തെ ഈ ലിബറലിസത്തിൻ്റെ പദം നാർസിസിസ്റ്റ് എന്നാണ്. സ്വന്തത്തെ പ്രണയിക്കുന്ന ആളായി കിട്ടും. അതാണ് ഇന്ന് ഓരോ ഓൺലൈൻ മീഡിയയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഈ പറഞ്ഞ ടെക്നോളജി പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസേഴ്സ്, സെലിബ്രിറ്റികളൊക്കെ പറയുന്നത് എന്താണ്? എൻ്റെ ജീവിതത്തെക്കുറിച്ചാണ്, സ്വന്തം ജീവിതത്തെ ഇഷ്ടപ്പെടാനാണ്. ഇസ്ലാം അങ്ങനെ പറഞ്ഞിട്ടില്ല. സ്വന്തം ജീവിതത്തെ ഇങ്ങനെ ഭയങ്കര സംഭവമാക്കുക, ഞാനെന്തോ ഓക്കെയാണ്, നമ്മളെന്തോ അടിപൊളിയാണ്, ഞാനിപ്പോൾ കുഴപ്പമില്ലാത്ത പാത്രം പോകണം, ഇത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് എന്താ അറിയോ, നിരന്തരമായ വെരിഫിക്കേഷനാണ് അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ ഇത് പറ്റുന്നില്ല. വാട്ട് ഈസ് ഇൻ മൈ ബാഗ്, വൺ ഡേ ഇൻ മൈ ലൈഫ്, മൈ ലൈഫ് സ്റ്റൈൽ വ്ളോഗ് എന്നിട്ട് തുടങ്ങി കപ്പിൾ വ്ളോഗും ലൈഫ് സ്റ്റൈലൊക്കെ നിങ്ങൾ പരിശോധിച്ച് നോക്കി. യൂട്യൂബിലും ഈ പറയുന്ന ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്ന മിക്കവാറും എല്ലാ വീഡിയോസും എല്ലാ സ്റ്റോറീസും എല്ലാം പറയുന്നത് എന്താ വെച്ചാൽ എൻ്റെ ജീവിതത്തെ ഹൈലൈറ്റ് ചെയ്യലാണ്. അതാണ് സ്റ്റാറ്റസ് ഇടുമ്പോൾ നമ്മളും ചെയ്യണത്. സ്റ്റാറ്റസ് ഇടുന്നത് തെറ്റൊന്നുമല്ല കേട്ടോ, ഞാൻ അത് വിചാരിക്കേണ്ട. ഞാൻ പറയുന്നത് സ്വന്തം ജീവിതത്തെ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഓരോ സ്ഥലത്ത് പോയാലും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യുക, അവിടെ പോയത് ഭക്ഷണം കഴിച്ചാൽ ഫുഡിൻ്റെ ഫോട്ടോ ഇടുക. ഇവിടെ ഊട്ടിക്കൊക്കെ എന്നേ ഒരാൾക്കാർ പോകാത്ത പോലെ ഊട്ടി കാണിച്ചു കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഒന്ന് ഊട്ടിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ആ സ്റ്റാറ്റസ് തൊടാൻ പറ്റില്ല. ഒരറ്റം മുതൽ അറ്റം വരെ ഊട്ടിയത്തെ എല്ലാ സ്ഥലങ്ങളിലും ഫോട്ടോ ഉണ്ടാവും.
എന്തേ കാരണം? നമ്മൾ ആസ്വദിക്കേണ്ട ഒരു സ്ഥലത്ത് നമ്മൾ കാണേണ്ട കാഴ്ചകൾ കാണാതെ മറ്റുള്ളവർ അപ്ഡേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നാർസിസത്തിന്റെ, ഈ പറഞ്ഞ നാർസിസിസ്റ്റ് സ്വഭാവത്തിന്റെ തുടക്കമാണത്. അതാണ് ലിബറലുകൾ ഉണ്ടാക്കുന്നത്, അതാണ് ഈ ടെക്നോളജി ഉണ്ടാക്കുന്നത്. അവനവൻ്റെ ജീവിതത്തെ ആസ്വദിക്കാൻ സാധിക്കുന്നില്ല. തിരക്കുകളുണ്ട്, പക്ഷേ ആ തിരക്കിനിടയിലും ഈ പറഞ്ഞതുപോലെ സമയത്തെ പ്രയോറിറ്റൈസ് ചെയ്യാൻ സാധിക്കാനാണ്. ഞാൻ നമ്മുടെ പോയിന്റിലേക്ക് ബാക്ക് വരുമ്പോൾ ഈ സിറാത്തിലേക്ക്, ഈ പറഞ്ഞ പാതയിലേക്ക് എത്താം. മോഡേൺ പാത്ത് ടു പയറ്റി എന്ന് പറയുമ്പോൾ ഈ പാത്ത് എന്ന് പറയുന്നതിൽ ഏത്തീസ്റ്റുകൾ എന്ന് പറയുന്ന ഈ ടീമിനെ നമ്മൾ കൃത്യമായും അഡ്രസ്സ് ചെയ്യണം. എങ്ങനെ അഡ്രസ്സ് ചെയ്യണമെന്ന് അറിയോ? ഞാൻ ഇങ്ങനത്തെ ഒരു വേദിയിൽ പറയണമെന്ന് വിചാരിക്കാനുള്ള കാരണം എന്താ അറിയോ? ഈ വിഷയത്തെ നമ്മൾ എല്ലാവരും അഡ്രസ്സ് ചെയ്യേണ്ടി വരും. അള്ളാഹിനെ കുറിച്ച് ബോധ്യമില്ലാത്ത എല്ലാവരും ഈ ചോദ്യത്തിന് മുൻപിൽ പകച്ചു നിൽക്കും. ഇത് നമ്മൾ ഉറപ്പിച്ചേ മതിയാകൂ. ഒരു കാലം വരെ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും നിരന്തരം സംസാരിച്ചിരുന്ന നമുക്കിന്ന് സ്വർഗവും നരകവും ഒന്നും സംസാരിക്കാനല്ല. നമുക്ക് പറയാനുള്ള വേറെ കുറേ ആനുകാലിക ചർച്ചകളും ഈ പറഞ്ഞ പുതിയ കാലത്തെ ജീവിതങ്ങളൊക്കെയാണ്. സ്വർഗവും നരകവും ഇല്ലാതൊരു മുസ്ലിം ഇല്ലല്ലോ. സ്വർഗത്തെ കൊതിക്കാത്തൊരു മുസ്ലിമിന് എങ്ങനെയാണ് ആത്മാർത്ഥമായി നിസ്കരിക്കാൻ സാധിക്കുക? നിസ്കരിക്കാനുള്ള ഏറ്റവും പ്രൈമറി മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്വർഗ്ഗമാണ്. പക്ഷെ സ്വർഗത്തെക്കുറിച്ച് നമുക്ക് എത്ര അറിയാം? സ്വർഗത്തിൽ എന്തൊക്കെ കിട്ടും? നമ്മൾ ഇന്നേ വരെ സ്വർഗത്തെക്കുറിച്ച് വായിച്ചിട്ടുണ്ടോ? ആ ജോലി എടുത്ത് എങ്ങനെ ഉണ്ടാവും? ആ കോഴ്സിന് സ്കോപ്പ് എന്താണ്? എ ബാധിക്കോ? ജോലി പോകുമോ? ആ കോളേജ് എങ്ങനെയുണ്ട്? ഹോസ്റ്റൽ എങ്ങനെയുണ്ട്? ഇതൊക്കെ നമ്മൾ നോക്കുന്നു. പക്ഷേ അങ്ങനെ ഒരു എൻഡ് റിസൾട്ടിനെ കുറിച്ച് ഇത്രയും അന്വേഷിച്ചതുപോലെ നമ്മൾ സ്വർഗത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ജന്ന എന്ന് പറഞ്ഞ് ഖുർആൻ വിശദീകരിച്ച സ്ഥലങ്ങൾ നോക്കി നോക്കി. ഫഹുവ ഫീ ഐശത്തി റാദിയ, ഫഹുവ ഫീ ഐശത്തി റാദിയ. റാദിയായ സ്വർഗം. ദുനിയാവിൽ ചില അപൂർണതകളുണ്ട്, ചില ഇൻസെക്യൂരിറ്റികളുണ്ട്. പാസ്റ്റിനെ കുറിച്ച് ചില ഇൻസെക്യൂരിറ്റികളുണ്ട് അല്ലേ? നമ്മൾ ചെയ്തു പോയ കാര്യങ്ങളെ കുറിച്ച് ഇൻസെക്യൂരിറ്റി ഉണ്ട്. ഇതെല്ലാവർക്കും ഉള്ളതല്ലേ? ലോകത്ത് എത്ര ആലിമാണെങ്കിലും എത്ര വലിയ ആബിദാണെങ്കിലും സ്വന്തം ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങൾ, പാസ്റ്റ് എന്നുള്ളത് എല്ലാവർക്കും ഒരു പേടിയുള്ള കാര്യമാണ്. അവിടെ തെറ്റുകൾ, നമ്മൾ മാസൂമികളൊന്നും അല്ലല്ലോ, തെറ്റുകൾ സംഭവിക്കും. ഈ പേടി നമുക്കുണ്ട്. പേടി വേണ്ട. ഐശത്തിറാളിയ, സ്വർഗം സംതൃപ്താണ്. പ്രസന്റിനെ കുറിച്ച് പേടിയുണ്ട് നമുക്ക്. എന്താണ് ആ പേടി? ഇപ്പം ചെയ്യണത് ശരിയാണോ? അടുത്ത കാലത്ത് ചെയ്യുന്നത് ശരിയാണോ? പേടിക്കേണ്ട കാര്യമില്ല. ഐശത്തിറാളിയ. ഭാവിയെക്കുറിച്ച് പേടിയുണ്ട്. ഇന്ന് മരിച്ചാൽ എന്താ ചെയ്യുക? നമുക്കുണ്ടല്ലോ ഇപ്പോൾ അങ്ങനത്തെ ഒരു പേടിയുണ്ട്. ഇപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഈ വാട്സപ്പ് ഭയങ്കര സംഭവമാണ്. ഇതിൽ നമ്മളെ ഫാമിലി ഗ്രൂപ്പിൽ ചില ആൾക്കാർ പണ്ടൊക്കെ ഗുഡ് മോർണിംഗ് രാവിലെ ഇടുമല്ലോ വാപ്പാരൊക്കെ, ഈ പോസ്റ്ററൊക്കെ ഇങ്ങനെ വയസ്സായ ആൾക്കാർ ഷെയർ ചെയ്യുമല്ലോ. അതേപോലെ ഇപ്പോൾ ഒരു ഷെയർ ചെയ്യുന്നത് എന്താ അറിയോ? ആക്സിഡൻറ്റുകളും ഈ മരണ വാർത്തകളുമാണ്. ഒരു കാര്യമില്ല, അത് കുഴഞ്ഞു വീണ ലോകത്തെ എല്ലാ വാർത്തയും ചെകഞ്ഞെടുത്തിട്ട് വാട്സപ്പിൽ ഫാമിലി ഗ്രൂപ്പ് കൊണ്ടുവന്നിടും. ഇത് കണ്ടപ്പോൾ എനിക്കടക്കം ശരിക്കും ഇടയ്ക്ക് ഇങ്ങനെ നെഞ്ചുവേദനിക്കും. ഇനി ഡൗട്ട്, എങ്ങാനും ഫുഡൊക്കെ തന്നെ കൺട്രോളില്ലാതെ കഴിക്കാൻ ചിലപ്പോൾ എങ്ങാനും വല്ലത് പറ്റിയാലെന്നൊരു പേടിയുണ്ടല്ലോ. ഞാൻ പറയുന്നത് അറിയോ? ഭാവിയെക്കുറിച്ച് നമുക്കൊക്കെ ഈ ആശങ്ക ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യും? മക്കൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ ആക്സിഡൻറ്റ് ഒന്ന് പെരിന്തൽമണ്ണങ്ങാടിയിൽ നമ്മളിങ്ങനെ സ്മൂത്തായി പോകുമ്പോൾ ഒരു ആക്സിഡൻറ്റ് കണ്ടാൽ സ്റ്റക്കാവും. ആ ആക്സിഡൻറ്റ് നമ്മളല്ലല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ്, റബ്ബ് ആ അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തൊക്കെ നൽകട്ടെ. കഴിഞ്ഞ ദിവസമാണ് കോയമ്പത്തൂരിൽ നിന്ന് വോട്ട് ചെയ്ത് വരുന്ന വഴിക്ക്, നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്, പാലക്കാട് കണ്ണന്നൂർ വെച്ചുകൊണ്ട് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. എന്തെന്നൊരു ആക്സിഡൻറ്റ്, ഞാനിപ്പോൾ ഒരു പേടിപ്പിക്കാൻ വേണ്ടിയൊന്നും പറയില്ല, പക്ഷേ ഞാൻ പറയുന്നത് സെക്യൂർ അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഹെൽമെറ്റൊക്കെ തലയിൽ ഉണ്ടെങ്കിലും സെക്യൂർ അല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയാണ്. കണ്ണന്നൂർ എന്ന് പറയുന്നത്, ഞാൻ ഇന്നലെ അതേ സ്ഥലത്ത് ആ സമയത്തിൻ്റെ 1 മണിക്കൂർ ശേഷം അവിടെ ഉണ്ട്, ഈ വാർത്ത അറിയാതെ. അതേ സ്ഥലത്ത് 1 മണിക്കൂർ മുമ്പ് ഒരു സ്ത്രീ മരണപ്പെട്ടിട്ടുണ്ട്. എങ്ങനെ മരണപ്പെട്ടു? സ്വന്തം ഭർത്താവിൻ്റെ കൂടെ രാവിലെ വോട്ട് ചെയ്യാൻ പോയിട്ട് തിരിച്ച് മടങ്ങുന്ന വഴിക്ക് കണ്ണന്നൂർ പ്രദേശത്തെത്തിയപ്പോൾ റോഡിൻ്റെ സൈഡിൽ നിന്നും സ്കൂട്ടിയുടെ കൺട്രോൾ പോയപ്പോൾ 2 പേരും മറിഞ്ഞു വീണു. പക്ഷേ ഭർത്താവിന് എഴുന്നേൽക്കാനുള്ള ഗ്യാപ്പ് കിട്ടി. ഭാര്യയുടെ മുകളിലൂടെ ലോറി കയറി ഇറങ്ങി, മരണപ്പെട്ടു. റബ്ബ് അവർക്ക് പുറത്തു കൊടുക്കട്ടെ, റബ്ബ് മഗ്ഫിറത്തും റഹ്മത്തൊക്കെ നൽകട്ടെ. സജീവമായ ദീനി പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന ഒരു സ്ത്രീയാണ് അവർ. ഞാൻ പറയുന്നത്, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാവിയെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നിടത്ത് തൗഹീദ് നമുക്കുണ്ടാവുന്നത് എങ്ങനെയാണ്? ഈ പറഞ്ഞ വഴി നമുക്കുണ്ടാവുന്നത് എങ്ങനെയാണ്? നേരത്തെ പറഞ്ഞ പേർപ്പസ് ഓഫ് ലൈഫ് നിർവചിക്കുന്നതുകൊണ്ടാണ്. ഈ പറഞ്ഞ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളെയും അള്ളാഹുമായി ബന്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ഏറ്റവും അവസാനത്തേത് പയറ്റി എന്നുള്ളതാണ്. ഈ പറഞ്ഞ ലിബറൽ ചിന്തകളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ തഖ്വകൾ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുത്തുന്നത്. എന്താണ് തഖ്വ? തഖ്വ എന്നത് യഥാർത്ഥത്തിൽ ഹൃദയത്തിൻ്റെ വിശുദ്ധിയെ മാത്രം കുറിക്കുന്നൊരു വാക്കല്ല. പയറ്റി എന്നത് നിസ്കാരം നന്നായി നിസ്കരിക്കുന്ന ആളെക്കുറിച്ച് മാത്രം പറയുന്നതല്ല. നല്ല ദീനിയായ വേഷം ധരിക്കുന്ന, താടിയും തലപ്പാവൊക്കെയുള്ള ഇങ്ങനെയൊരു ചിത്രം കൊണ്ടല്ല തഖ്വയെ വിവക്ഷിച്ചിട്ടുള്ള ഇസ്ലാം. തഖ്വയെക്കുറിച്ചുള്ള ഇസ്ലാമിൻ്റെ വിവക്ഷ എന്ന് പറയുന്നത് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്തഖാക്കും എന്നുള്ളതാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്തഖാക്കും, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മാന്യരായവർ എന്ന് പറയുന്നത് തഖ്വയുള്ളവരാണെന്ന്. അതുകൊണ്ട് തഖ്വയുടെ മാനദണ്ഡം എന്ന് പറയുന്നത് അള്ളാഹിൻ്റെ അടുക്കൽ മാന്യമാവുക എന്നുള്ളതാണ്. അതല്ലാതെ ദുനിയാവിൽ ഒരു മാന്യതയും അതിന് ഒരു വെരിഫിക്കേഷൻ അല്ല, ക്രൈറ്റീരിയ അല്ല, മാൻഡേറ്ററി അല്ല, ഒന്നുമല്ല. അതിന് ഒരു ഘട്ടത്തിലും അള്ളാഹു അതിനെ മുന്നിൽ വെച്ചിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ തഖ്വയുടെ ഭാഗമാണ് ഇബാദത്ത്.
തഖ്വയുടെ ഭാഗമാണ് അനുഷ്ഠാനം, വസ്ത്രധാരണം, ലൈഫ് സ്റ്റൈൽ ഒക്കെ തഖ്വയുടെ ഭാഗമാണ്. പക്ഷേ തഖ്വയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹിന്റെ മുൻപിൽ മാന്യനാണോ എന്ന് ഉറപ്പിക്കലാണ്. പുതിയൊരു കാലത്ത് നമുക്ക് ഈ ഒരു വിശ്വാസത്തെ നിരന്തരം ജീവിതത്തിൽ ഉണർത്തിക്കൊണ്ടേയിരിക്കാൻ സാധിക്കണം. അവിടെ എന്താണെന്നറിയോ, ഇപ്പോൾ നമ്മുടെ തിരക്കുകളൊക്കെ പറയുമ്പോൾ, നിസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ മനസ്സുകൊണ്ടൊരു കാരണം ഉണ്ടാക്കൂലേ നമ്മൾ? മനസ്സുകൊണ്ടൊരു കാരണം. ഇപ്പോൾ ഖുർആൻ നേരത്തെ ഓതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇന്ന് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്ത ആൾക്കാരെ കുറിച്ച് ചോദിച്ചല്ലോ. അപ്പോൾ ഇന്ന് പാരായണം ചെയ്തോ നമുക്ക് ഡൗട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സുകൊണ്ടൊരു കാരണം ഉണ്ടാക്കുമല്ലോ. ഇന്ന് നമുക്ക് പകൽ കുറച്ച് തിരക്കുണ്ടായിരുന്നുള്ളത്. ഈ കാരണം അള്ളാഹിൻ്റെ മുമ്പിൽ പറ്റുമോ? അള്ളാഹിൻ്റെ മുമ്പിൽ അത് മാന്യമായൊരു കാരണമാണെന്ന് ഉറപ്പിച്ചാൽ മതി. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഓരോ ഘട്ടത്തിലും വെരിഫൈ ചെയ്യേണ്ടത്. അവസാനിപ്പിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മോഡേൺ പാത്ത് ടു പയറ്റി എന്ന ഈ ഒരു വിഷയത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് മരിക്കുമ്പോൾ മുസ്ലിം ആയിക്കൊണ്ട് മരിക്കലാണ്. മരിക്കുമ്പോൾ മുസ്ലിം ആയിക്കൊണ്ട് മരിക്കുക എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ അറിയോ? ജീവിക്കുമ്പോൾ മുസ്ലിം ആയിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. ജീവിക്കുമ്പോൾ മുസ്ലിം ആയിക്കൊണ്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇൽമ് നേടൽ അനിവാര്യമാണ്, പഠനം അനിവാര്യമാണ്. ഇപ്പോൾ പ്രൊഫൈസ് എന്നൊരു പരിപാടി ഇവിടെ പ്രൊഫഷണൽസിന് വേണ്ടി മാത്രം വെക്കുമ്പോൾ ഒരുവിധം കുറേ ആൾക്കാരൊക്കെ സംഘാടകരാണ്. ഞാനിങ്ങനെ ആലോചിക്കാറാണ്, എന്തിനാണ് കുറേ പരിപാടികൾ, നിരന്തരം പരിപാടി, പ്രോഗ്രാം കഴിഞ്ഞാൽ പ്രോഗ്രാം. ഇതിനൊക്കെ പണിയില്ലേ? വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോകണമെങ്കിൽ ഇപ്പോൾ ഇവിടെ ഉണ്ടാവും ഭക്ഷണത്തെക്കുറിച്ച് ടെൻഷൻ ഉണ്ടാവും നമുക്കൊക്കെ, നാളത്തെ വർക്കിനെ കുറിച്ച് ടെൻഷൻ ഉണ്ടാവും, ഇന്നിപ്പോൾ സമയം കണ്ടെത്തിയപ്പോൾ തന്നെ എന്തൊക്കെ കോൾ നമുക്ക് വന്നിട്ടുണ്ടാവും. പക്ഷേ എന്തിനാണ് ഇത്രയും തിരക്കുകൾക്കിടയിൽ ഈ പ്രോഗ്രാം? അതിനൊരേ ഒരു കാരണമേ ഉള്ളൂ, ഇതാണ്. നമ്മൾ ഈ പറഞ്ഞ തിരക്കുകളും കാരണങ്ങളൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് യാത്രയാവുന്ന ഘട്ടത്തിൽ ഈ പറഞ്ഞത് മാത്രമേ കൂടെ ഉണ്ടാവുന്നതാണ്. വൽ ബാഖിയാത്തുസ് സാലിഹാത്ത്, അവസാനം ബാക്കിയാവുന്നത് ഈ പറഞ്ഞ സൽക്കർമ്മങ്ങൾ മാത്രമായിരിക്കുന്നതാണ്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നിരന്തരം നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുക. പാരൻറ്റിങ്ങിൻ്റെ സൈഡ് പറയുന്നിടത്ത് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയാം. നമ്മൾ കുട്ടികളുടെ ഭാഷയെക്കുറിച്ചും കുട്ടികളുടെ കാഴ്ചകളെക്കുറിച്ചൊക്കെ ഭയപ്പെടുന്ന ആളുകളാണ്. അവരെന്ത് കാണുന്നു, അവരെന്ത് കേൾക്കുന്നു, അവരുടെ കൂട്ടുകെട്ട് ആരാന്നൊക്കെ പേടിക്കുന്ന ആളുകളാണ്. ശരിക്കും നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കി നോക്കുക, കുട്ടികളെ നമുക്ക് എങ്ങനെയാണ് ഇതിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കുക? ഇപ്പോൾ ഒരു CCTV ആയിട്ടൊരു സർവൈലൻസ് ക്യാമറ ആയിട്ട് നമുക്ക് എന്നും ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ഇപ്പോൾ സാധാരണ നമ്മൾ പറയാറുണ്ട്, ഹോസ്റ്റലിലേക്ക് പറഞ്ഞയക്കുന്നൊരു മോളോട് സ്വന്തം ഉപ്പ പറഞ്ഞതേ, ഉപ്പച്ചിക്കും ഉമ്മച്ചിക്കും അറിയാൻ പറ്റില്ലാത്ത ഒരു കാര്യം എൻ്റെ കുട്ടീൻ്റെ ജീവിതത്തിൽ സംഭവിക്കരുത്. ഉപ്പാക്കും ഉമ്മാക്കും അറിയാൻ പാടില്ലാത്ത ഒരു കാര്യവും എൻ്റെ കുട്ടി ജീവിതം. അതാണ് വെരിഫിക്കേഷൻ. തെറ്റും ശരി വെരിഫൈ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ, ഒരു കാര്യം തെറ്റാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പാൻ്റെ അടുത്തും ഉമ്മാനത്തും പറയാൻ പറ്റുന്നുണ്ടാവില്ല. ഉപ്പാനത്തും ഉമ്മാനത്തും പറയാൻ പറ്റണാണോ? തെറ്റൊന്നും ആവില്ല. ഇനി ഉണ്ട് തെറ്റാണെങ്കിൽ തന്നെ അവരെന്ത് ചെയ്യും? വെരിഫൈ ചെയ്ത് ശരിയാക്കി തരുന്നുള്ളതാണ്. ഇതൊരു വലിയൊരു ക്രൈറ്റീരിയയാണ്. ഞാൻ പറയുന്നത് നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ന് പാരൻസ് എന്ന ഓർഡറിനെ തെറ്റിച്ചിട്ടുണ്ട്. എങ്ങനെ അറിയോ പാരൻസ് ഉള്ള ഓർഡർ? ഞാൻ കൃത്യമായി പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളി. സാധാരണ പാരൻസ് ഉള്ള ഓർഡർ എങ്ങനെയെന്നറിയോ? ആദ്യം മാതാപിതാക്കളാണ്, ഉപ്പയും ഉമ്മയുമാണ്. രണ്ടാമത്തേത് ടീച്ചേഴ്സാണ്. നമ്മൾ സെക്കൻഡ് പാരൻസ് ഒക്കെ ടീച്ചേഴ്സിനെ കുറിച്ച് പറയുന്നത്. മൂന്നാമത്തേത് പിയർ ഗ്രൂപ്പാണ്, ചുറ്റുമുള്ള ആളുകളാണ്. നാലാമത്തേത് ദ ഫോർത്ത് പാരൻ്റാണ് നമ്മൾ ഈ പറഞ്ഞ മീഡിയ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഒക്കെ. ഇത് നേരെ ഉൾട്ടടിച്ച് കുട്ടികളെ നേരെ ടേൺ അറൗണ്ട്. എന്താണെന്നറിയോ സംഭവിച്ചത്? ഏറ്റവും ആദ്യത്തെ പേരൻറ്റ് സോഷ്യൽ മീഡിയയാണ്. അവിടെ നിന്നാണ് ഇതൊക്കെ എടുക്കുന്നത്. വാപ്പാൻ്റെ ഇമ്മാൻ്റെ സംസാരമാണോ സോഷ്യൽ മീഡിയത്തെ സംസാരമാണോ വായിൽ വരെ നോക്കണമെങ്കിൽ ചില വാക്കുകൾ മാത്രം നോക്കിയാൽ മതി. ഓൺലൈൻ മീഡിയയിൽ ഇങ്ങനെ കാണുന്ന ചില ആൾക്കാർ ഹായ് ഗായ്സ് എന്ന് കുട്ടികൾ പറയേണ്ടി നിങ്ങൾ നോക്കിക്കോളിയും, നിങ്ങളെക്കാളും മുൻപ് മറ്റൊരു പാരൻറ്റിനെ കുട്ടി വെച്ചിട്ടുണ്ട് സംസാരത്തിൽ. അങ്ങനെ ഉണ്ടല്ലോ ഓരോ കാര്യം, അവൻ്റെ ഡിസിഷൻസ് നിങ്ങൾ നോക്കി നോക്കുക. ഉപ്പാക്കും ഉമ്മാൻ്റെയും ഒരു കോമൺ ആയ രീതി അവർക്കറിയാം. എന്തെന്നറിയോ? മേക്കപ്പ് ഒന്നും ഇടാൻ പറ്റാത്തൊരു ഫാമിലിയാണ് എൻ്റെത്. കുറച്ച് ദീനിയായിട്ട് സ്ട്രിക്റ്റ് ആയുള്ള ഫാമിലിയാണ് എൻ്റെത്. ഞാൻ ഇതിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ആ വാക്ക് എടുക്കണം കേട്ടോ. സ്ട്രിക്റ്റ് ആവുന്ന ആവശ്യമൊന്നുമില്ല, ദീനിയാണെങ്കിൽ അത് പറ്റൂല. ഏതായാലും അങ്ങനെയൊക്കെ ഉള്ളൊരു ഫാമിലിയാണെന്ന് വിചാരിക്കുക. പക്ഷെ ആ കുട്ടിക്ക് അതിനേക്കാളും ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ മീഡിയയിലെ പാരൻ്റ് ആകുമ്പോഴാണ് ഉപ്പാനും ഉമ്മാനും മുമ്പ് ഇട്ടുന്ന ധൈര്യത്തിൽ നടക്കാൻ പറ്റുന്നത്. ഒരു ഹറാമായ സ്ഥലത്തേക്ക്, ഒരു സ്ലീപ്പ് ഓവറിന്, ഒരു പാർട്ടിക്ക്, ഒരു ബർത്ത്ഡേക്ക്, ഒരു അനാവശ്യമായ ഇത്തരം കൺസെപ്റ്റുകൾക്ക്, കോൺസേർട്ടുകൾക്ക്, ഈ പല സെലിബ്രേഷൻ നൈറ്റുകളിലേക്ക് അതൊന്നും വേണ്ട. നമ്മൾ കാണുന്ന കാഴ്ചകൾ തന്നെയും ഈ തീരുമാനമെടുക്കുന്നിടത്ത് നമുക്ക് പറ്റാത്ത എന്തെങ്കിലും കുട്ടി ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ പാരൻ്റ് എന്നുള്ള സാധനം ടേൺ അറൗണ്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ എന്താണ്? ഇവിടുന്ന് ഫ്രണ്ടിലേക്ക് പോവുകയാണെങ്കിൽ രണ്ടാമത്തെ ടീച്ചേഴ്സാണ്. പക്ഷേ അവിടെ നിന്ന് ബാക്കിൽ നിന്ന് വരികയാണെങ്കിൽ രണ്ടാമത്തെ ആരാണ്? പിയർ ഗ്രൂപ്പാണ്. ഈ പിയർ ഗ്രൂപ്പാണ് രണ്ടാമത്തെ. കുട്ടികൾ എന്ത് ചെയ്യുന്നറിയോ? സോഷ്യൽ മീഡിയയിൽ നിന്നൊരു കാര്യം ഇങ്ങനെ കാണും. രണ്ടാമത് വെരിഫൈ ചെയ്യാൻ ആര് വെച്ചിട്ടാ? വാപ്പാനി മാനി വെച്ചിട്ടല്ല, പിയർ ഗ്രൂപ്പ് വെച്ചിട്ടാണ്. നമ്മളൊക്കെ പലപ്പോഴും അങ്ങനെയാണ്. നമ്മൾ പിയർ ഗ്രൂപ്പ് വെച്ച് വെരിഫൈ ചെയ്യും, നമ്മുടെ ഫാമിലി വെച്ചിട്ടല്ല വെരിഫൈ ചെയ്യുക. അതുകൊണ്ട് എന്താണെന്നറിയോ? ഈ പറഞ്ഞ വെരിഫിക്കേഷൻ്റെ സ്ഥലത്തെത്തുമ്പോൾ ഈ പറഞ്ഞ ടീമൊക്കെ ഇതിൻ്റെ ആൾക്കാരായിരിക്കും. സോഷ്യൽ മീഡിയ അങ്ങനെയാണല്ലോ, അൽഗോരിതം അങ്ങനെയാണല്ലോ. അപ്പോൾ ഇതിപ്പോൾ എല്ലാവരും ചെയ്യണതല്ലേ തോന്നും. മൂന്നാമത്തെ എന്താ പറയുക? ടീച്ചേഴ്സാണ്. അവിടേക്ക് എത്തുമ്പോൾ ഇത് ലാസ്റ്റ് ചെയ്യില്ല. സ്വന്തമായി തീരുമാനം എടുത്തത് എല്ലാ കൂട്ടുകാരൊക്കെ ചെയ്ത് കഴിഞ്ഞല്ലോ. ഞങ്ങളെല്ലാവരും ഇങ്ങനെയാണ്. എന്താ ഇപ്പോഴത്തെ കാലത്ത് ഇതൊന്നും പറ്റില്ല, എന്താ നിങ്ങൾ പറയണം, നിങ്ങൾ ഏത് കാലത്താണ് ജീവിക്കണേ, ഉപ്പാക്കും ഉമ്മാക്കും അതന്നെ പറ്റുള്ളൂ എന്നൊക്കെ പറയും. അങ്ങനെ പറയാനുള്ള കാരണം ഇത്രയേ ഉള്ളൂ. ഈ പാരൻറ്റിങ് എന്നുള്ളത് നേരെ തല തിരിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് എന്തെന്നറിയോ?
ഈ പാരൻറ്റിങ്ങിനെ ഒന്ന് റിവേഴ്സ് അടിപ്പിക്കാൻ നമുക്ക് പറ്റണം. ഈ പറഞ്ഞ മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിയന്ത്രണങ്ങളും ഒപ്പം അതിൻ്റെ ഒരു പോസിറ്റീവായ മെത്തേഡുകളൊക്കെ പഠിക്കുക. കുട്ടികളുടെ കൂട്ടുകാരെ കുറിച്ച് പറയുന്നിടത്ത് അവരെക്കുറിച്ചൊന്ന് അനലൈസ് ചെയ്യുക. എന്നാൽ ഇപ്പുറത്ത് പാരൻസും ടീച്ചേഴ്സും എന്നുള്ള ഘട്ടങ്ങളെ വളരെ സ്ട്രോങ് ആയി ബോണ്ട് ചെയ്യാനും അതിന് കൃത്യമായൊരു പരിഗണന കൊടുക്കാനൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഞാൻ പാരൻസ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ, നിങ്ങൾ സ്കൂളിലെ ടീച്ചേഴ്സിനെ മാത്രം ആലോചിക്കണ്ട, മദ്രസത്തെ അധ്യാപകരെ കൂടി ഞാൻ പറഞ്ഞത്. മദ്രസയ്ക്ക് പറഞ്ഞേക്കാത്ത ആൾക്കാരുണ്ട്, തിരക്ക് കാരണം, പ്രൊഫഷൻ്റെ തിരക്ക് കാരണം വീട് മാറേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടിക്ക് ഇപ്പോൾ മദ്രസ ഒന്നുമില്ല, തൽക്കാലം ഓൺലൈൻ ക്ലാസ് മതി, ഈ മദ്രസയൊക്കെ മതി. പക്ഷേ ഒരു കുട്ടി ഒരിക്കലും ഫിസിക്കലായിട്ട് ഒരു മദ്രസയ്ക്ക് ഒരു ഉസ്താദിന് മുമ്പിൽ പോകുന്ന പോലെ ഒരിക്കലും ആവില്ല. നമ്മളെ തിരക്ക് കാരണം ഒരു കുട്ടിക്ക് അത് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, ആ കുട്ടി നമുക്ക് കിട്ടും, നമ്മൾ ഉറപ്പിക്കണ്ട. ആ കുട്ടിയെ നമുക്ക് കിട്ടും നമ്മൾ വിചാരിക്കണ്ട. വലതുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. പരലോകത്ത് നമ്മൾ ദറജകൾ ഇങ്ങനെ വർദ്ധിക്കുമ്പോൾ അള്ളാഹുവിനടുത്ത് ചോദിക്കും അത്രേ, എന്തേ ഞാൻ അത്ര ചെയ്തിട്ടില്ലോ എന്ന് ചോദിക്കുമ്പോൾ കുട്ടി താഴെ പണിയെടുക്കുന്നുണ്ട്, നിങ്ങൾ മുകൾക്ക് കയറിക്കോളൂ എന്ന് പറയുന്നതാണ്. ആ സന്തോഷ വാർത്ത കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ തിരക്കുകൾ കൊണ്ട് അവർക്ക് ദീനിൻ്റെ ഒരു ഘട്ടങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. രണ്ടാമത്തെ ടീച്ചേഴ്സിൻ്റെ സ്ഥാനം സ്ട്രോങ് ആക്കുക. ഒന്നാമത് നമ്മുടെ വായിൽ നിന്ന് കുട്ടികൾ ദീന് കേൾക്കുക. ഫലസ്തീൻ വിഷയം ഒരിക്കലും അവസാനിച്ചിട്ടില്ല, അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കാൻ അത് തീർന്നു എന്നുള്ളത് അത് ഇസ്രായേലിൻ്റെ പണിയാണ്, അത് വാർത്തകളുടെ പണി, മീഡിയയുടെ പണിയാണ്. മീഡിയക്ക് അടുത്ത ന്യൂസ് കിട്ടിയിട്ടുണ്ട്, മീഡിയക്ക് അടുത്ത ന്യൂസ് ഉണ്ട്, സുഡാനും മറ്റ് വിഷയങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കൊരിക്കലും അവരെ വിട്ടുകളയാൻ പറ്റൂല. സുഡാനത്തെ വിഷയം, കശ്മീരത്തെ വിഷയം, ഉയ്ഗുറത്തെ വിഷയം നമ്മൾ നമ്മുടെ വായ കൊണ്ട് കുട്ടികൾക്ക് പറയണം. പ്രിവിലേജുകളെ കുറിച്ച് പറയാം. നമ്മളെങ്ങനെ പറയാം, എനിക്കൊക്കെ എന്ത് സൗകര്യമില്ലാത്ത, ഞങ്ങളെ കാലത്ത് ഞങ്ങൾക്ക് ഇത് എന്തേലും ഉണ്ടോ, ഞങ്ങൾ വിളക്കിനടിയിൽ നിന്ന് പഠിച്ച ആൾക്കാരാണ്. ഇപ്പം ലോകത്തെ ആൾക്കാരെ നിങ്ങൾ നോക്കി ഇങ്ങനെ എല്ലാം പറഞ്ഞു കൊടുക്കുക. കുട്ടികളെ ചേർത്തിരുത്തി നമ്മൾ കാണുന്ന വീഡിയോസ് അവർക്ക് കാണിച്ചു കൊടുക്കണം, എന്നിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാം. നമുക്ക് നമ്മുടെ ചിന്തകൾ എന്താണെന്ന് അവരത് ഡിസ്കസ് ചെയ്യുക. ഇങ്ങനെയുള്ള ഒരു പാരൻറ്റിങ്ങിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അവരെന്നും ഒരു മുതൽക്കൂട്ടായിരിക്കും. ഒപ്പം നമ്മൾ വളരുക എന്നുള്ളത് വളരെ അനിവാര്യമാണ്. കുട്ടികളെ വളർത്തുമ്പോൾ നമ്മൾ കൂടി വളരുന്നതാണ്. നിരന്തരം നമ്മുടെ ജീവിതത്തെ റീവെരിഫിക്കേഷൻ ചെയ്യാൻ നമുക്ക് സാധിക്കണം. നമുക്കൊരു മീ ടൈം ഉണ്ടാവണം, നിർബന്ധമായും തിരക്കുകൾക്കിടയിലേക്ക് നിർബന്ധമായൊരു മീ ടൈം. ഇത് ഇനി ഷെഡ്യൂൾ ചെയ്യണം. സാധാരണ നമ്മൾ അങ്ങനെ പറയലില്ല. ഈ ഡയറി ഉണ്ടാക്കുക, കുറേ സമയം ഇങ്ങനെ ചിട്ടയിൽ ഉണ്ടാക്കുക, ഇതൊക്കെ ഒരു നമുക്കറിയാലോ, ജീവിതം ഒരു ഒഴുക്കിൽ പോവുകയാണ്. പക്ഷേ ഈ ഷെഡ്യൂൾ ചെയ്യുന്നതിന് അത് ഷെഡ്യൂൾ ചെയ്തേ മതിയാവുള്ളൂ. പണ്ടൊക്കെ മഗ്‌രിബിന് ഇശാൻ്റെ ഇടയ്ക്ക് നമ്മൾ പറയും, ഇശാ മഗ്‌രിബിന് ഇടയ്ക്ക് ഒരു ഖുർആനോത്ത്, അത് എന്തായാലും ഉണ്ട്. നമുക്കിപ്പോൾ അങ്ങനത്തെ സമയമല്ല, അതുകൊണ്ട് ഖുർആനോത്തുമില്ല. ഖുർആനോത്ത് നമുക്കിങ്ങനെ തോന്നുമ്പോൾ, ഫ്രീ ആവുമ്പോൾ, ഇങ്ങനെ ആവുന്നതോടുകൂടി ആ സാധനം നഷ്ടപ്പെട്ടു പോവാണ്. നിർബന്ധമായും ഖുർആൻ ഒരു പേജ് കാണാത്തൊരു ജീവിതം ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ ദിവസം നമ്മൾ ഡെഡാണ്, നമ്മൾ മരണപ്പെട്ടിട്ടുണ്ട്. നിസ്കാരത്തിൽ ഒരു വക്ത് നഷ്ടപ്പെട്ടിട്ടൊരു ജീവിതമുണ്ടെങ്കിൽ ആ ദിവസത്തിൽ നമ്മുടെ പാതി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഓരോ ദിവസവും നിർബന്ധമായി നമ്മളിങ്ങനെ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്രയും സമയങ്ങൾ കേട്ടിരുന്നു, ഞാൻ കുറച്ച് സമയം വൈകിയിട്ടുണ്ട്. ഏതായാലും ഈ ഒരു അർത്ഥത്തിൽ തന്നെ ജീവിതത്തെ ഉൾക്കൊള്ളുവാനും ആ ഒരു അർത്ഥത്തിൽ ജീവിക്കുവാനും നാളെ മരണപ്പെടുമ്പോൾ കലിമത്ത് ചൊല്ലി മരണപ്പെടാനും എല്ലാ തൗഫീഖ് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെ ഏറ്റവും നല്ല രീതിയിലുള്ള ഭാവി നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നേരത്തെ പറഞ്ഞതുപോലെയുള്ള മരണങ്ങൾ, വളരെ പെട്ടെന്നുള്ള മരണങ്ങൾ, ഈ മരണങ്ങളിലെല്ലാം അള്ളാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നിരന്തരം മരണത്തെ ഓർത്തുകൊണ്ട് ജീവിക്കുവാനും ഇബാദത്തുകളിൽ മുഴുകുവാനും എല്ലാം ഉള്ളൊരു തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ വിട്ടുപിരിഞ്ഞു പോയ മാതാപിതാക്കൾ, നമ്മളെ വൃദ്ധരായ ആളുകൾ, ഉസ്താദുമാരെല്ലാം ഉണ്ട്, അവർക്കെല്ലാവർക്കും അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.